بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ മുഴുവൻ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടെ ജീവിതാവസാനം വരെ സേവനം ചെയ്യാനും ഈമാനോടെ മരിക്കാനുമുള്ള മഹാഭാഗ്യം നൽകി റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അഹ്ലുസുന്നയുടെ നേതാക്കൾ എന്ന ഹെഡിങ്ങിൽ എല്ലാ മാസവും ഒന്നാമത്തെ ശനിയാഴ്ച നാം നടത്താറുള്ള ചരിത്ര പഠന ക്ലാസ്സിലെ 4ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം ഉള്ളത്. ഇമാമു അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ എന്ന മഹാമനുഷ്യരുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മുടെ ക്ലാസ് നാം നിശ്ചയിച്ചിരിക്കുന്നത്. ഈ രംഗത്ത് നാം ചെലവഴിക്കുന്ന ഊർജവും സമയവും സമ്പത്തുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ലോക ചരിത്രത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഏറ്റവും അധികം പരീക്ഷണക്ക് വിധേയമായ പണ്ഡിതന്മാരിൽ മുമ്പിൽ എണ്ണപ്പെടുന്നവരിൽ ഒരാളാണ് ഇമാമുസ്സുന്ന അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ അദ്ദിഹിലി അശ്ശൈബാനി റഹിമഹുല്ലാ. ധാരാളമായ പീഡനങ്ങൾ റബ്ബിന്റെ ദീനിന് വേണ്ടി അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. അതെല്ലാം അദ്ദേഹം ഏറ്റെടുക്കുകയും അവിടെയെല്ലാം ഉറച്ചു നിൽക്കുകയും ചെയ്ത് ഖിയാമത്ത് വരെയുള്ള മുഅ്മിനീങ്ങൾക്കൊരു മാതൃക വരച്ചു കാണിച്ചവരാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. ചരിത്രത്തിൽ പൊതുവെ പറയപ്പെടാറുള്ളത് 4 പേർ അവരെപ്പോലെ ഒരാളെ ഒരു സ്ത്രീയും പിന്നീട് ജന്മം നൽകിയിട്ടില്ല എന്നാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ. പല മേഖലകളിൽ പ്രസിദ്ധരായ ദീനി രംഗത്ത് വലിയ സേവനങ്ങൾ ചെയ്ത മഹാപണ്ഡിതന്മാരെ കുറിച്ചാണ് ആ പരാമർശങ്ങൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളും പരീക്ഷണങ്ങൾക്കും അതുപോലെയുള്ള വിഷമങ്ങൾക്കും കയ്യും കണക്കുമില്ല. അഹ്ലുസുന്നയ്ക്ക് വേണ്ടി അത്രയേറെ സേവനം ത്യാഗം സഹിച്ചതിന്റെ പേരിലാണ് ഇമാമുസ്സുന്ന അല്ലെങ്കിൽ ഇമാമു അഹ്ലുസുന്ന എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭ്യമായത്. ആ കാലഘട്ടത്തിൽ അസുന്ന എന്ന് പ്രയോഗിക്കാറുള്ളത് പലപ്പോഴും വിശ്വാസം എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടുകൂടി വിശ്വാസത്തിന്റെ കാര്യത്തിലാണ് അദ്ദേഹം പരീക്ഷിക്കപ്പെട്ടത് എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടും ഇമാമുസ്സുന്ന എന്ന പേരിന് അദ്ദേഹം അർഹനാണ്. ഹദീസുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആ നിലക്ക് സുന്നത്തിന് സേവനം ചെയ്ത ആൾ എന്ന അർത്ഥത്തിലും അദ്ദേഹം
ഈ പേരിന് അർഹരാണ്. കഴിഞ്ഞ 12 നൂറ്റാണ്ട് കാലമായി നിരാക്ഷേപം മുസ്ലിം ഉമ്മത്ത് ഈ പേര് സ്വീകരിച്ചു പോരുകയും എല്ലാവരും ഐക്യകണ്ഠേന അന്നു മുതൽ ഇന്നു വരെയും ഇമാമുസുന്ന എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന അഭിപ്രായം വ്യത്യാസം പോലുമില്ല, ഇമാം അഹ്മദാണ് എന്ന് എല്ലാവരും ഏകസ്വരത്തിൽ അംഗീകരിക്കുകയും ചെയ്യാൻ അല്ലാഹു തആല അവസരം നൽകിയ പ്രത്യക്ഷത്തിൽ റബ്ബിന്റെ ഖബൂലിയത്ത് നമ്മൾ കാണുന്ന ഒരു മഹാനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ശരിയായ പേര് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ എന്നാണ്. വല്ലിപ്പയാണ് ഹംബൽ, വാപ്പ മുഹമ്മദാണ്. ഹംബലിന്റെ മകൻ മുഹമ്മദിന്റെ മകൻ അഹ്മദ്, അതാണ് അഹ്മദ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഹംബൽ അശ്ശൈബാനി അൽ-ലിഹിരി. 2 പേര്, സ്ഥാനപ്പേരുകൾ, 2 കുടുംബ പേരുകൾ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ദിഹിൽ എന്നുള്ള അദ്ദേഹത്തിന്റെ ശരിയായ വംശ പരമ്പരയാണ്. ഷൈബാൻ എന്ന വംശത്തേക്ക് ചേർത്ത് അദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഉമ്മ വഴിക്ക് അദ്ദേഹം ഷൈബാൻ കുടുംബത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് അത് രണ്ടും ഒന്നിച്ച് അദ്ദേഹം പ്രയോഗിക്കുകയും അദ്ദിഹിരി അശ്ശൈബാനി എന്നാണ് പൊതുവെ അതിൽ പ്രബലമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇമാം ബുഖാരിയെ പോലുള്ള ആളുകളൊക്കെ ബലപ്പെടുത്തി പറഞ്ഞത് ഈ നിലക്കുള്ള ഒരു നിസ്ബയാണ് അദ്ദിഹിരി അശ്ശൈബാനി എന്നതാണ്. ഇമാം ബുഖാരിയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹിജ്റ വർഷം 164 ബഗ്ദാദിലാണ് അദ്ദേഹം ജനിക്കുന്നത്. 164 തന്റെ മാതാവ് അദ്ദേഹത്തെ ഗർഭം ചുമന്ന അവസ്ഥയിൽ ബഗ്ദാദിലേക്ക് വരികയും ആ ബഗ്ദാദിൽ വെച്ച് അദ്ദേഹത്തെ പ്രസവിക്കുകയുമാണ് ഉണ്ടായത്. അദ്ദേഹം ഗർഭസ്ഥ ശിശുവായിരിക്കെ അല്ലെങ്കിൽ പ്രസവിച്ച തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പിതാവ് മരണപ്പെട്ടുവെന്നാണ്. പിതാവ് ചെറിയ പ്രായത്തിൽ മരിച്ചവരാണ്. മരിക്കുമ്പോൾ പിതാവിന്റെ പ്രായം 30 വയസ്സാണ് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അല്ലാഹു അഅലം. ആ പ്രായത്തിൽ വാപ്പ മരിച്ചു. ഉമ്മയോടൊപ്പം ഉമ്മയും വാപ്പയും ഒന്നിച്ചുള്ള ഒരു യാത്രയിൽ ഖുറാസാനിൽ നിന്നാണ് പിന്നീട് ഉമ്മ ഇങ്ങോട്ട് ബഗ്ദാദിലേക്ക് എത്തുകയും അന്ന് അവർ ഇമാം അഹ്മദിനെ ഗർഭം ചുമന്ന അവസ്ഥയിലാണ്. ആ യാത്ര കഴിഞ്ഞ് വന്ന് ബഗ്ദാദിൽ വെച്ചാണ് അവർ ആ കുട്ടിക്ക് ജന്മം നൽകുന്നത്. അവിടെ ഉമ്മയും കുടുംബത്തിലെ മറ്റു ആളുകളുമാണ് പിന്നീട് ഇമാം അഹ്മദിന്റെ സംരക്ഷണവും അദ്ദേഹത്തിന് ആവശ്യമായ മറ്റു പരിചരണങ്ങളുമെല്ലാം നൽകി അദ്ദേഹത്തെ വളർത്തി വരുന്നത്. യതീമായ അനാഥനായ ആ കുട്ടിയെ ഉമ്മയാണ് പ്രധാനമായും വളർത്തി ഈ ഒരു വഴിയിലേക്ക് അവരെ കൊണ്ടുവരാൻ നിമിത്തമായി മാറിയത് ആ ഉമ്മയുടെ സേവനങ്ങളാണ് എന്ന് കാണാൻ കഴിയും. 77 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു. ഹിജ്റ വർഷം 244 തന്റെ 741 തന്റെ 77ാമത്തെ വയസ്സിൽ റബീഉൽ അവ്വൽ മാസത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. വ്യത്യസ്തമായ പ്രദേശങ്ങൾ അറിവ് തേടി സഞ്ചരിച്ചവരാണ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്. ചെറിയ പ്രായം മുതൽ തന്നെ ദീനു പഠിക്കാൻ അദ്ദേഹത്തെ ആ വഴിയിലേക്ക് വിടണമെന്ന് മാതാവ് അടക്കമുള്ള കുടുംബങ്ങൾ തീരുമാനിക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹത്തെ ഖുർആൻ ഹിഫ്ളാക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയും അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഹിഫ്ള് പൂർത്തീകരിച്ച് ഒരു ഹാഫിളായി മാറുകയും ചെയ്യ അദ്ദേഹത്തിന് അവസരമുണ്ടായി. ശേഷം 15 വയസ്സ് കഴിഞ്ഞ് 16ാമത്തെ വയസ്സ് ഹിജ്റ 189 തന്റെ 16ാമത്തെ വയസ്സിൽ അദ്ദേഹം ദീനു പഠിക്കാൻ വേണ്ടി പുറപ്പെടുകയും അവിടെ നാട്ടിൽ അന്ന് ബഗ്ദാദ് എന്നുള്ളത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ സുവർണ കാലഘട്ടമായ ഒരു പ്രദേശമാണ് അന്ന് ബഗ്ദാദ്. എല്ലാത്തരം വിജ്ഞാനീയങ്ങളും വ്യാപകമായുള്ള ധാരാളം പണ്ഡിതന്മാർ അന്ന് ധാരാളമുള്ള ഒട്ടനവധി ദീനി സേവനങ്ങൾക്ക് പേരുകേട്ട കേന്ദ്രമാണ് ആ കാലഘട്ടത്തിൽ ബഗ്ദാദ്. അബ്ബാസി ഖിലാഫത്തിൽ ബഗ്ദാദ് ഏറ്റവും നല്ല ഒരു സമയം ബഗ്ദാദിന് ഉണ്ടായിരുന്നു. ധാരാളം പണ്ഡിതന്മാർ അന്നവിടെ ഉണ്ട്. അവരുമായൊക്കെ അദ്ദേഹം ബന്ധം സ്ഥാപിക്കുകയും അവരിൽ നിന്ന് ദീനു പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും പ്രത്യേകിച്ച് ഹദീസിലേക്ക് അദ്ദേഹം പ്രത്യേകമായ താല്പര്യം കാണിക്കുകയും ചെയ്തു. അത് പ്രധാനമായും ബഗ്ദാദിലുള്ളത് 2 വിജ്ഞാന ശാഖകളാണ്. ഒന്ന് ഹദീസാണ്, മറ്റൊന്ന് ഫിഖ്ഹാണ്, കർമ്മശാസ്ത്രമാണ്. രണ്ടുമുണ്ട് അന്ന് ബഗ്ദാദിൽ. പൊതുവെ ഫിഖ്ഹിൽ വ്യാപൃതമാകുന്ന ആളുകൾ ഹദീസിൽ അത്ര തന്നെ താല്പര്യം കാണിക്കാതിരിക്കുകയും ഹദീസിൽ വ്യാപൃതമാകുന്ന ആളുകൾ ഫിഖ്ഹിലും അത്ര വലിയ താല്പര്യം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അന്ന് പൊതുവെ ഉണ്ട്. അന്ന് മാത്രമല്ല
വ്യത്യസ്തമായ കാലഘട്ടത്തിൽ നമുക്ക് അതേ സാഹചര്യം കാണാൻ കഴിയും. ഇമാം അഹ്മദ് ചെറിയ പ്രായത്തിൽ തന്നെ ഇതിൽ ഏത് വഴിക്ക് ഞാൻ ഇറങ്ങണമെന്ന് ആലോചിക്കുകയും ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും പ്രാധാന്യം മനസ്സിലാക്കി ഏതാണ് താൻ ഇറങ്ങേണ്ടത് എന്ന് ചിന്തിക്കുകയും ആദ്യം ഫിഖ്ഹിലേക്ക് അദ്ദേഹം താല്പര്യം കാണിക്കുകയും അങ്ങനെ അബൂ ഹനീഫയുടെ ശിഷ്യൻ കൂടിയായ ഇമാം ഷൈബാനിയുമായി കണ്ടുമുട്ടി ആ ഷൈബാനിയിൽ നിന്ന് ഫിഖ്ഹ് പഠിക്കുകയും അതിനുശേഷം അദ്ദേഹം ഹദീസിലേക്ക് കുറച്ചുകൂടെ ആഴത്തിറങ്ങണമെന്ന് ബോധ്യപ്പെട്ട് ആ ഹദീസിന്റെ വഴിയെ തിരിയുകയുമാണ് ചെയ്തത്. അതേ ഷൈബാനി ഹദീസ് പണ്ഡിതനുമാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനുമാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായി ഹദീസ് ഞാൻ രേഖപ്പെടുത്തിയത് ഷൈബാനിൽ നിന്നാണ് എന്ന് ഇമാം അഹ്മദ് തന്നെ പറയുന്നുണ്ട്. അവിടെ മുതൽ ഹദീസ് ലോകത്തേക്ക് അദ്ദേഹം തിരിയുകയും തുല്യതയില്ലാത്ത, ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത സേവനം ഇമാം അഹ്മദ് ഹദീസ് രംഗത്ത് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. വ്യത്യസ്തമായ പ്രദേശങ്ങൾ ഹദീസ് തേടി അദ്ദേഹം ധാരാളം തവണ യാത്രകൾ ചെയ്തു. ബഗ്ദാദും പരിസരവും ഉള്ള എല്ലാ പണ്ഡിതന്മാരെയും പോയി കാണുകയും അവിടെയെല്ലാമുള്ള ഹദീസുകളെ അദ്ദേഹം പഠിക്കുകയും അവിടുന്ന് ശേഷം പിന്നീട് അദ്ദേഹം മക്കയിൽ, മദീനയിൽ, യമനിൽ, ഈജിപ്തിൽ, അതുപോലെ ഷാം, സിറിയയിൽ, ഇങ്ങനെ തുടങ്ങി ബസറയിൽ, ഇങ്ങനെ വ്യത്യസ്തമായ പ്രദേശങ്ങളിലേക്ക് 4ഉം 5ഉം തവണ അദ്ദേഹം യാത്രകൾ പോവുകയും അവിടെ എല്ലാമുള്ള പണ്ഡിതന്മാരുമായി കണ്ട് അവരിലെല്ലാമുള്ള ഹദീസുകളെ അദ്ദേഹം പഠിക്കുകയും അതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് മുസ്നദ് അഹ്മദ് എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ അദ്ദേഹത്തെ ഹദീസ് സമാഹാരം അദ്ദേഹം ശേഖരിക്കുകയും ചെയ്തു. ഏകദേശം 27,000 ഹദീസുകളാണ് മുസ്നദ് അഹ്മദ് എന്ന കിതാബിൽ ഉള്ളത്. അത് വ്യത്യസ്തമായ രാജ്യങ്ങളുള്ള ഹദീസുകൾ, അങ്ങനെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഹദീസുകളെ എല്ലാം ശേഖരിച്ച് അത് ഒരേ കിതാബിലേക്ക് കൊണ്ടുവന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായി ഇമാം അഹ്മദ് ആയിരിക്കാം. ഇമാം മാലിക് റഹിമഹുല്ലാ ഹദീസ് ശേഖരണം മുമ്പ് നടത്തിയിട്ടുണ്ട്. പക്ഷെ പ്രധാനമായും മദീനക്കാരുടെ ഹദീസുകളാണ് അൽ മുവത്ത എന്ന് പറയുന്ന കിതാബിൽ ഇമാം മാലിക്കിന് ശേഖരിക്കാൻ അധികവും സാധിച്ചത്. അതിനുശേഷം ഇമാം അഹ്മദാണ് പിന്നീട് ആ വഴിയിൽ ഇത്തരം സേവനം ചെയ്യുകയും വ്യത്യസ്തമായ രാജ്യങ്ങളിലുള്ള പണ്ഡിതന്മാരെ ചെന്ന് കണ്ട് അവിടെ എല്ലാമുള്ള ഹദീസുകൾ അദ്ദേഹം രേഖപ്പെടുത്തുകയും അതെല്ലാം അദ്ദേഹം ഈ കിതാബിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു. മാത്രവുമല്ല അദ്ദേഹം തന്നെ സ്വന്തം കൈപ്പടം കൊണ്ട് ധാരാളമായി ഹദീസുകൾ രേഖപ്പെടുത്തിയ മനുഷ്യരാണ്. രേഖയേക്കാൾ ഏറെ കേൾക്കുന്നതെല്ലാം ഹിഫ്ലാക്കാനുള്ള വല്ലാത്തൊരു കഴിവ് അല്ലാഹു അദ്ദേഹത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് ഒരു ഹിഫ്ലിന്റെ മേഖലയിൽ മനഃപ്പാഠമാക്കാനുള്ള ഓർമ്മശക്തിയുടെ വിഷയത്തിൽ ഒരു അത്ഭുതമായി ലോകത്ത് നോക്കിക്കാണുന്ന ഏതാനും ആളുകളിൽ ഒന്നാമന്മാരായി ഇമാം അഹ്മദിനൊക്കെ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ളയോട് ഒരിക്കൽ അന്നത്തെ മഹാനായ പണ്ഡിതൻ സുഫ്യാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, നിന്റെ പിതാവ് കാന യഹ്ഫളു അൽഫ ഹദീസ്, നിന്റെ ഉപ്പാക്ക് 10 ലക്ഷം ഹദീസ് മനഃപ്പാഠമായിരുന്നുവെന്ന് സ്വന്തം മകനോട് അദ്ദേഹത്തിന്റെ ഇമാം അഹ്മദിന്റെ ഉസ്താദുമാരിൽപ്പെട്ട ഇമാം അഹ്മദിന്റെ സമകാലീൻ കൂടിയായ മഹാനായ പണ്ഡിതൻ പറയുന്ന വചനങ്ങൾ കാണാൻ കഴിയും. അത്രയേറെ അദ്ദേഹത്തിന്റെ ഓർമ്മശക്തി ധാരാളമായിരുന്നു. അദ്ദേഹത്തിന്റെ കൈയെഴുത്ത് പ്രതികളായുള്ള അദ്ദേഹത്തിന്റെ രചനകൾ, അദ്ദേഹത്തിന്റെ കിതാബുകൾ, അദ്ദേഹം തനിക്ക് വേണ്ടി രേഖപ്പെടുത്തി വെച്ച ഒരുപാട് രേഖകൾ, ഇതെല്ലാം അദ്ദേഹം ഇങ്ങനത്തെ യാത്രയിൽ പലപ്പോഴും അത് കൂടെ ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരത്തെ കുറിച്ച് പറയാറുള്ളത്, അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരം കാന ഹിംലു ഇസ്നൈ അശ്റ ബഈർ എന്നാണ്. 12 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള ഗ്രന്ഥശേഖരണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. 12 ഒട്ടകങ്ങളുടെ പുറത്ത് വെച്ച് കെട്ടിക്കൊണ്ടുപോകാൻ മാത്രമുള്ള ഗ്രന്ഥശേഖരമാണ് ഇമാം അഹ്മദ് ആ കാലഘട്ടത്തിൽ. അന്ന് പ്രിന്റിംഗ് ഇല്ല, അന്ന് പൈസ കൊടുത്ത് കിതാബ് വാങ്ങാൻ കിട്ടൂല, എവിടെയും പോയി കോപ്പി എടുക്കാൻ കഴിയില്ല. അന്നെല്ലാം ഉള്ള കയ്യെഴുത്ത് പ്രതിയായി എഴുതി പകർപ്പെടുത്തു പോരുന്ന കൃതികളായിരിക്കാം. ഇത്രയേറെ കിതാബുകൾ ഉള്ള കാലഘട്ടവുമല്ല. അന്ന് ഹദീസുകളാണ് മിക്കവാറും അങ്ങനെ രേഖപ്പെടുത്തി പോവുക, അല്ലെങ്കിൽ മസാലകൾ, ഫത്വകൾ ഇതൊക്കെ ഉണ്ടാവുക. അല്ല ഇന്നത്തെ പോലെ വ്യാപകമായ കിതാബുകളുടെ ഒരു കാലഘട്ടമായിട്ടില്ല. ഈ ഗ്രന്ഥ രചന ക്രോഡീകരണം എന്ന ഒരു ഭാഗം ആരംഭിച്ച് അധികമൊന്നും ആകുന്നതിന് മുമ്പാണല്ലോ ഇമാം അഹ്മദ് ഒക്കെ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം 12 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള ഗ്രന്ഥശേഖരം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മാത്രമല്ല, വകാന യഹ്ഫദു ദാലിക കുല്ലഹു എന്നാണ്, അത് മുഴുവൻ അദ്ദേഹത്തിന് ഹിഫ്ളുമായിരുന്നുവെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ ഗ്രന്ഥശേഖരം മുഴുവനും മനഃപ്പാഠവുമായിരുന്നു. എവിടെ ചോദിച്ചാലും അതെല്ലാം അപ്പടി പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അതെല്ലാം തന്റെ ഓർമ്മയിൽ സൂക്ഷിച്ച മഹാനായ പണ്ഡിതനായ ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ എന്ന മഹാ മനുഷ്യൻ. അദ്ദേഹം ഹദീസ് രംഗത്തേക്ക് ഇറങ്ങുകയും വലിയ സേവനങ്ങൾ ആ രംഗത്ത് ചെയ്യുകയും ചെയ്തു. ഹദീസിലും ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിലുമെല്ലാം അദ്ദേഹം വലിയ അഗ്രഗണ്യനായി
മാറി. ഹദീസ് നിദാനശാസ്ത്രത്തിൽ വലിയ അഗ്രഗണ്യമാണ്. ഹദീസിന്റെ സ്വഹീഹ് ദഈഫ് പരിശോധിക്കുന്ന മേഖലയിൽ റിപ്പോർട്ടർമാരുടെ ചരിത്രം, അവരുടെ വിശ്വാസത അത് പരിശോധിക്കുന്ന മേഖലയിൽ എല്ലാം വലിയ പ്രാവീണ്യം നേടുകയും ഏത് മറ്റു പണ്ഡിതന്മാരെക്കാളും ഏറെ ആ രംഗത്ത് എടുത്തു പറയാവുന്ന ഒരു വലിയ മഹത്വത്തിന്റെ ഉടമയായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ബുഖാരി അടക്കമുള്ളത് അവസാനമായി പരിശോധിക്കാൻ നൽകുന്നത് ഇമാം അഹമ്മദിനാണ്. ഇമാം ബുഖാരി എല്ലാ പണിയും പൂർത്തിയാക്കി അവസാനമായി ഒരു പരിശോധനയ്ക്ക് ഇമാം ബുഖാരി നൽകുന്നത് ഇമാം അഹമ്മദിനാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ എത്താൻ അവസരം നൽകി എന്നാണ്. അദ്ദേഹം തന്റെ ഇബാദത്തിൽ, തഖ്വയിൽ, അദ്ദേഹത്തിന്റെ ശാന്ത സ്വഭാവത്തിൽ എല്ലാം പ്രത്യേകം ശ്രദ്ധേയമായ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തിയാണ്. എത്രയേറെ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കുമെല്ലാം വിധേയമായെങ്കിലും അദ്ദേഹം ഒരു ആക്ഷേപ സ്വരത്തിൽ ഒരു ഭരണാധികാരിയെ കുറിച്ച് പോലും ഒരു മോശമായ വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറയുന്നത്, എനിക്ക് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു ദുആക്ക് അവസരമുണ്ടെങ്കിൽ ഞാൻ ഖലീഫയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുമെന്നാണ് ഇമാം അഹ്മദ് അന്നും പറയുന്നത്. തന്നെ ശക്തമായി പീഡിപ്പിച്ച, ചങ്ങല കൊണ്ട് ബന്ധിച്ച, ചാട്ടവാറ കൊണ്ട് അടിച്ച, പലപ്പോഴായി ജയിലിൽ കിടക്കേണ്ടി വന്ന ഇമാം അഹ്മദായിട്ട് പോലും ഇതെല്ലാം ചെയ്ത ഭരണാധികാരിക്ക് വേണ്ടി, അദ്ദേഹത്തിന് നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് ഇമാം അഹ്മദ് അപ്പോഴും മനസ്സ് കാണിച്ചത്. അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ പോയിട്ട് അവർക്കെതിരെ വാക്ക് പറയാൻ പോലും അദ്ദേഹം അന്നും മുന്നോട്ട് വന്നിട്ടില്ല. വലിയ പാഠങ്ങൾ ആ രംഗത്ത് നമുക്കുണ്ട്. വലിയ ഇബാദത്ത് കൊണ്ട് അറിയപ്പെട്ടതാണ് ഇമാം അഹ്മദ്. ധാരാളമായി അദ്ദേഹം ഇബാദത്തുകൾ ചെയ്യും. എല്ലാ ഹദീസുകളും അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമൽ ചെയ്യാതെ പോയിട്ടില്ല എന്നാണ്. തന്റെ കിതാബിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഏത് ഹദീസും, ഇമാം അഹ്മദിന്റെ മുസ്തദ് അഹ്മദിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഏത് ഹദീസും അദ്ദേഹം അത് അമൽ ചെയ്തിട്ടല്ലാതെ അദ്ദേഹം രേഖപ്പെടുത്താറില്ല എന്നാണ്. അത്രയേറെ സൂക്ഷ്മത ആ രംഗത്ത് കാണിച്ചു. എത്രത്തോളം വെച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജാമ ചെയ്തു എന്ന ഹദീസ് മുസ്തദ് അഹ്മദിലുണ്ട്. നബി തങ്ങൾ ഹിജാമ ചെയ്തു. ആ ഹദീസ് രേഖപ്പെടുത്തും മുമ്പ് അദ്ദേഹം പോയി ഹിജാമ ചെയ്തു പോകുന്നതാണ്. ഹിജാമ ചെയ്ത് പ്രത്യേകിച്ച് ഒരു ഇബാദത്തായി പഠിപ്പിച്ച കാര്യമൊന്നുമല്ല. എന്നാലും നബി തങ്ങളുടെ ഒരു പ്രവൃത്തി അത് ഖിയാമത്ത് വരെയുള്ള ആളുകൾക്ക് ഇത് കൈമാറി കൊടുക്കുകയാണല്ലോ. രേഖപ്പെടുത്തുക വഴി ചെയ്യുന്നത് ഖിയാമത്ത് വരെയുള്ള ആളുകൾക്ക് ആ നബി ഇങ്ങനെ ചെയ്തു എന്ന് പഠിപ്പിക്കാണല്ലോ. അതുകൊണ്ട് അത് പഠിപ്പിക്കുമ്പോൾ അത് ഞാൻ ചെയ്യണമല്ലോ. അങ്ങനെ അദ്ദേഹം ആദ്യം പോയി ഹിജാമ ചെയ്ത് നബി തങ്ങൾ അന്ന് ഹിജാമ ചെയ്ത ആൾക്ക് കൊടുത്ത പ്രതിഫലമടക്കം പറയുന്ന ദിർഹം നബി തങ്ങൾ പ്രതിഫലം കൊടുത്തു. അതടക്കം അദ്ദേഹം നൽകിയിട്ടാണ് ആ ഹദീസ് അദ്ദേഹം രേഖപ്പെടുത്തിയത്. അങ്ങനെ എല്ലാ ഹദീസുകളെയും ജീവിതത്തിൽ അമൽ ചെയ്യേണ്ടതായ മുഴുവൻ ഹദീസുകളെയും ഒരിക്കലെങ്കിലും അമൽ ചെയ്തിട്ടാണ് അദ്ദേഹം ഈ കിതാബിലേക്ക് എഴുതിയത്. അദ്ദേഹം പറഞ്ഞത്, ഒറ്റ ഹദീസ് മാത്രം എനിക്ക് അമൽ ചെയ്യാൻ അവസരം ഉണ്ടായില്ല. ഹദീസ് പണ്ഡിതന്മാരുടെ സൂക്ഷ്മത ആ രംഗത്ത് നമുക്ക് ധാരാളമായി കാണാൻ കഴിയും. ഒരു ഹദീസ് മാത്രം അതെനിക്ക് അമൽ ചെയ്യാൻ അവസരം ഉണ്ടായില്ല, എനിക്ക് എന്നും അതൊരു പ്രയാസമായിരുന്നു. നബി തങ്ങളെ ഹിജ്റയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയപ്പോൾ, നബി തങ്ങൾ ഹിജ്റ പോയതും സൗർ ഗുഹയിൽ നബി തങ്ങൾ 3 ദിവസം താമസിച്ചതുമായ ചരിത്രം രേഖപ്പെടുത്തുമ്പോഴാണ് ഇമാം അഹ്മദ് പറഞ്ഞത്, എനിക്ക് ഇത് അമൽ ചെയ്യാൻ അവസരം ഉണ്ടായില്ല. അതാണ് ദീനിന് വേണ്ടി ഏതെങ്കിലും ഗുഹയിൽ പോയി ഒളിച്ചു താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. അവിടെ ഇതല്ലാത്ത ബാക്കിയെല്ലാം ഞാൻ അമൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് വിശുദ്ധ ഖുർആന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അബ്ബാസി ഖിലാഫത്തിലുണ്ടായ വിവാദങ്ങൾ, ഖുർആൻ സൃഷ്ടിയാണോ അല്ലാഹുവിന്റെ കലാമാണോ എന്നുള്ള, മഖ്ലൂഖ് അല്ല കലാമ് എന്ന വിവാദങ്ങൾ ഇടപെട്ട് ഇമാം അഹ്മദിന്റെ ശക്തമായ മർദ്ദനങ്ങളും പീഡനങ്ങളും വരികയും അങ്ങനെ ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു ഗുഹയിൽ പോയി അഭയം തേടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. അന്നത്തെ ഭരണാധികാരികളുടെ ചില മർദ്ദനങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഗുഹയിൽ ചെന്ന് അദ്ദേഹത്തിന് 3 ദിവസം കഴിച്ചു കൂട്ടേണ്ടി വന്നു. അദ്ദേഹം പറയാണ്, ഫഹമിത്തുല്ലാഹ അലാ ദാലിക, ഇത് ആ ഗുഹയിൽ പോയി താമസിക്കേണ്ടി വന്നപ്പോൾ ഞാൻ പടച്ച റബ്ബിനെ സ്തുതിച്ചു, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. കാരണം അമൽ ചെയ്യാൻ കഴിയാത്ത ഹദീസായിരുന്നു, അതും അമൽ ചെയ്യാൻ പടച്ച റബ്ബിനെക്ക് അവസരം നൽകിയല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്, അതാണ് അവർക്ക് ഒരു മനസ്സ്. അത്രയേറെ അതൊന്നും നമ്മുടെ അമൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ച കാര്യമൊന്നുമില്ല. പക്ഷെ അതുപോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവചരിത്രത്തിൽ നിന്നൊരു കാര്യം ഈ ഉമ്മത്തിന് കൈമാറി കൊടുക്കുമ്പോൾ അത് എന്റെ ജീവിതത്തിൽ ഒരിക്കലും അമൽ ചെയ്യണമെന്ന ഒരു നിർബന്ധ ബുദ്ധി, അങ്ങനെയൊക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ച ചുരുക്കം ചില ആളുകളാണ് ലോകത്തുണ്ടായത്. രേഖപ്പെടുത്തപ്പെട്ടവർ, അല്ലാത്തതും ആയിക്കൊള്ളുന്നില്ല, രേഖപ്പെടുത്തപ്പെട്ടാണ്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ ഈ വിഷയത്തെ പ്രത്യേകമായി അങ്ങ് ചരിത്രം രേഖപ്പെടുത്തിയ ഒരു മനുഷ്യരാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം തന്നെ ഒരിക്കൽ ഒരു സാന്ദർഭികമായി അദ്ദേഹം പറയുന്നുണ്ട്, ഏതൊരു ഹദീസും ഒരിക്കലെങ്കിലും
ജീവിതത്തിൽ അമൽ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു വട്ടമെങ്കിലും അത് അമൽ ചെയ്യുക എന്നാൽ അവരൊക്കെ അതിനുള്ള ഒരു തന്റെ ബാധ്യതയായി അവർ മനസ്സിലാക്കുന്നു. അത് ഇൽമിന്റെ സക്കാത്താണ് അമൽ എന്നാ പറയാം. ഇൽമിന്റെ സമറത്താണ്, അതിന്റെ പ്രൊഡക്റ്റാണ് അമൽ. ഒരു ഇൽമുണ്ടായിക്കഴിഞ്ഞാൽ അത് അമൽ ചെയ്യുക എന്നുള്ളത് അതിന്റെ പ്രൊഡക്റ്റാണ്. ഒരു ഫലം കായ്ക്കാത്ത മരമാണെങ്കിൽ ആ മരം തരാൻ പറ്റുക എന്നതുപോലെ ഇൽമിന്റെ ഫലമാണ് അമൽ. അതിന് സക്കാത്താണ്, അതിന് തദ്രീസ്, അത് പഠിപ്പിച്ചു കൊടുക്കൽ, അത് പകർന്നു കൊടുക്കൽ, ആളുകൾക്ക് പറഞ്ഞു കൊടുക്കൽ, അത് അതിന് സക്കാത്താണ് എന്ന് പണ്ഡിതന്മാർ ആലങ്കാരികമായി പറയാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിൽ ജീവിച്ചു പോയ ഡൽഹിയിലെ പ്രഗത്ഭനായ മുഹദ്ദിസ് അദ്ദേഹം ഒരിക്കലും മക്കളോട് പറയുന്നുണ്ട്, എല്ലാ ഹദീസും ഞാൻ അമൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒരു ഹദീസ് എനിക്ക് അമൽ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. നബി ഞങ്ങൾ കഴുതപ്പുറത്ത് കയറിയ ഹദീസിലുണ്ട്, ഞാൻ ഇന്നവരെ കഴുതപ്പുറത്ത് കയറിയിട്ടില്ല എന്നാണ്. അപ്പൊ അത്രയേറെ അവരൊക്കെ ജീവിതത്തിൽ അമലാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു എന്നർത്ഥം. ഇമാം മുഹമ്മദ് അതിൽ പ്രത്യേകമായി രേഖപ്പെടുത്തപ്പെട്ട ശ്രദ്ധേയമായ ഒരു ആലിമാണ്. പഠിച്ചത് പ്രകാരം അറിഞ്ഞത് പ്രകാരം അമൽ ചെയ്യുക എന്നത് അദ്ദേഹം പ്രത്യേകമായി കണിശത കാണിച്ച കാര്യമായിരുന്നു എന്നർത്ഥം. അത് തന്നെ അതൊരു ബർക്കത്തിനുള്ള കാരണമായി നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ ഹദീസുകളെല്ലാം കേവലം എഴുതിപ്പോവുകയല്ല ചെയ്തത്. ഒരു കിതാബ് എഴുതിയിട്ട് ആരെങ്കിലും വായിച്ചോട്ടെ എന്ന് വേണ്ടി അങ്ങനെ വെറുതെ കിതാബ് എഴുതി പോയതല്ല അവരാരും. തന്റെ ജീവിതത്തെ അത് അമലാക്കി മാറ്റുകയും അത് ഹൃദയസ്ഥമാക്കുകയും ചെയ്യുകയും അതോടൊപ്പം ആളുകൾക്ക് ഉമ്മത്തിന് അത് കൈമാറി കൊടുക്കുകയും ചെയ്യാനാണ് അവരൊക്കെ പരിശ്രമിച്ചത് എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ലോക ചരിത്രത്തിൽ പ്രത്യേകമായ സ്ഥാനമുള്ള, പ്രത്യേകം ചരിത്രം രേഖപ്പെടുത്തിയ ഒരു മഹാനായ പണ്ഡിതനാണ് ഇമാം അഹ്മദ് ഹംബൽ റഹിമഹുല്ലാ എന്നർത്ഥം. അദ്ദേഹം ഹദീസിലേക്ക് തിരിഞ്ഞു. അദ്ദേഹം തന്റെ ഒന്നാമത്തെ ഉസ്താദിന്റെ കൂടെ 4 കൊല്ലം അദ്ദേഹം പൂർണ്ണമായും അദ്ദേഹം സഹവസിക്കുകയും അദ്ദേഹത്തിന് പരമാവധി ദീൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുകയും ചെയ്തു. ഇമാം ഹൈസം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കൂടെ 4 കൊല്ലം അദ്ദേഹം 4 കൊല്ലം കഴിഞ്ഞ ഉസ്താദ് മരിച്ചു. അപ്പോഴാണ് പിന്നെ മറ്റു വഴിയിലേക്ക് അദ്ദേഹം തിരിയുന്നത്. അങ്ങനെ 15-ാമത്തെ വയസ്സിൽ തുടങ്ങിയ അറിവ് തേടിയുള്ള യാത്ര 25 കൊല്ലമാണ് അദ്ദേഹം ദീൻ പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ചത്. 40-ാമത്തെ വയസ്സ് വരെ 15-ാം വയസ്സിൽ ആരംഭിച്ച പഠനം അവസാനിക്കുന്നില്ല. പക്ഷേ ഔദ്യോഗികമായ പഠനം 40-ാമത്തെ വയസ്സ് വരെ. 40 വയസ്സിന് ശേഷമാണ് അദ്ദേഹം പഠിപ്പിക്കാനും ഹദീസ് ആളുകൾക്ക് പകർന്നു കൊടുക്കാനും എല്ലാമായി പ്രത്യേകമായി ഇരിക്കുന്നത്. 40 വയസ്സിന് ശേഷമാണ്. അതുവരെയും അദ്ദേഹം ഔദ്യോഗികമായ പഠനത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം മരിക്കുവോളം പഠനത്തിലാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമാണ് മഅൽ മഹ്ബറ ഇലൽ മഖ്ബറ. ഇമാം മുഹമ്മദ് എപ്പോൾ എവിടെ പോകുമ്പോഴും കയ്യിൽ ഒരു മഷിക്കുപ്പിയും പേനയും പേപ്പറും ഉണ്ടാവുന്നതാണ്. എവിടുന്ന് ഏത് ഹദീസ് കിട്ടിയാലും അപ്പോ എഴുതി വെക്കാൻ വേണ്ടി എപ്പോഴും ഉണ്ടാകും. കൂടെ ശിഷ്യന്മാർ കൂടെ ഉണ്ടാകും. അദ്ദേഹം ഏത് സമയത്തും എഴുതാൻ ആവശ്യമായ സംവിധാനം ഉണ്ടായിക്കൊണ്ടാണ് അദ്ദേഹം പോകാറുള്ളത്. അദ്ദേഹം പറയുന്ന വാക്കാണ് മഅൽ മഹ്ബറ ഇലൽ മഖ്ബറ. ഈ മഷിക്കുപ്പിയോടൊപ്പം ഖബർസ്ഥാന് വരെയാണ്. മരിക്കുന്നവരെ, മരിച്ച് ഖബറിലേക്ക് എത്തുന്നത് വരെ ഈ പോക്കിങ്ങനെ പോകണം എന്നായിരുന്നു ഇമാം മുഹമ്മദിന്റെ ആഗ്രഹമായി അദ്ദേഹം പറയാറുള്ളത്. ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനിക്കൊന്നും പഠിക്കാനില്ല എന്നല്ല. ഇനിയിപ്പോ എനിക്കും എന്താ പഠിക്കാന്, നിങ്ങളൊക്കെ പഠിച്ചോളൂ എന്നല്ല. കൂടുതൽ പഠിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ടാകുകയും അതിന് എല്ലാ വഴികളെയും തെരഞ്ഞു പോവുകയും അതിനുവേണ്ടി ക്ഷീണമറിയാതെ ധാരാളമായി യാത്ര ചെയ്യുകയും ചെയ്ത മനുഷ്യരാണ് ഇമാം മുഹമ്മദ്. അദ്ദേഹം ഹജ്ജിന് പോയ സമയത്ത് അദ്ദേഹം തീരുമാനിച്ചു കാണാം, ഹജ്ജ് കഴിഞ്ഞിട്ട് നേരെ യമനിലേക്ക് പോകണം എന്നാണ്. യമനിൽ അന്ന് അബ്ദുൽ റസാഖ് സുനഅനി റഹിമഹുല്ലാഹ് ജീവിച്ചിട്ടുള്ള കാലമാണ്. മുസന്നഫ് അബ്ദുൽ റസാഖിന്റെ രചയിതാവായ ഇമാം ബുഖാരി ഉസ്താദ് കൂടിയായ ഇമാം അബ്ദുൽ റസാഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം അന്ന് സുനഅനിലുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൽ നിന്ന് ദീൻ പഠിക്കണമെന്ന ആഗ്രഹമുണ്ടാകുകയും അത് തീരുമാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഹജ്ജിന് വേണ്ടി പോകുന്നത്. അങ്ങനെ ഹജ്ജ് ചെയ്തു. ഹജ്ജ് കഴിഞ്ഞ് ഹജ്ജിന്റെ വേളയിൽ അദ്ദേഹം തവാഫിനായി ഇറങ്ങിയപ്പോഴാണ് തന്റെ അപ്പുറത്തുള്ള അബ്ദുൽ റസാഖ് സുനഅനി റഹിമഹുല്ലാഹ് തവാഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടുന്ന് കണ്ടു, പരിചയപ്പെട്ടു, ഒരു ബന്ധമായി. തന്റെ കൂടെയുള്ള ആള് അബ്ദുൽ റസാഖിനോട് പറഞ്ഞു, ഇത് ഇമാം അഹ്മദാണ്. ഇമാം അബ്ദുൽ റസാഖ് പറഞ്ഞു, നിങ്ങളെ പറ്റി ധാരാളം ഖൈറുകൾ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും അങ്ങനെ അദ്ദേഹത്തോട് കൂടെയുള്ള ആൾ പറഞ്ഞു, ഞങ്ങൾ നാളെ നിങ്ങളടുത്ത് വരാം, നിങ്ങൾ ഹദീസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹം സമ്മതിച്ചു. അത് കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ ഇമാം അഹ്മദ് ചോദിച്ചു, എന്താ നിങ്ങൾ അദ്ദേഹത്തോട് അങ്ങനെ പറഞ്ഞത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നമുക്ക് 1 മാസം സഞ്ചരിക്കാൻ യമനിലേക്ക് എത്തണമെങ്കിൽ അവിടെ പോയി അവിടെ കഴിച്ചുകൂടി തിരിച്ച് ഇങ്ങോട്ടും വരണം, അത്രയും നമുക്ക്
ആശ്വാസമായല്ലോ ഇവിടുന്ന് കണ്ടാൽ. അല്ല, എന്റെ നിയ്യത്തായിരുന്നു ഈ ഹദീസും തേടി അവിടെ വരെ യാത്ര പോകുക എന്നുള്ളത്. അങ്ങനെ ഇമാം അഹ്മദ് യമനിൽ പോയി 2 വർഷം യമനിൽ കൂടി. അബ്ദുൽ റസാഖ് സ്വൻആനിയോടൊപ്പം 2 വർഷം വളരെ പ്രയാസപ്പെട്ട് ത്യാഗം സഹിച്ച് അദ്ദേഹം അവിടെ കൂടുകയും അവിടെ ഹദീസ് എല്ലാം പഠിച്ച് തിരിച്ചു പോരുകയുമാണ് ചെയ്യുന്നത്. അന്ന് യമനിൽ ജീവിതം ഏറെ പ്രയാസമുള്ള സമയമാണ്. ജീവിത വിഭവങ്ങൾ കൈവശമില്ല, സാമ്പത്തികമായി കാര്യമായിട്ടൊന്നുമില്ല. ഇമാം അഹ്മദ് വലിയ സമ്പന്നനൊന്നുമല്ല. എന്നാൽ തന്റെ പിതാവ് മരിക്കുമ്പോൾ പിതാവിന്റെ സമ്പാദ്യമായി ഉണ്ടായിരുന്ന ഏതാനും തുണ്ട് ഭൂമി ഉണ്ടായിരുന്നു. അതാണ് ഇമാം അഹ്മദ് വാപ്പാന്റെ അവകാശമായി കിട്ടിയ ഒരു സമ്പാദ്യം എന്ന് പറയാവുന്നത്. അതല്ലാതെ വലിയ ധനാഢ്യനായി ജീവിച്ച ആളൊന്നുമല്ല ഇമാം അഹ്മദ്. എന്നിട്ടും ആ ത്യാഗം സഹിച്ചുകൊണ്ട് 1 മാസത്തെ വഴിദൂരം താണ്ടി യമനിലെത്തുകയും അവിടെ 2 കൊല്ലം കഴിച്ചുകൂട്ടുകയും ആ 2 കൊല്ലത്തിനിടയ്ക്കിൽ ആത്മാർത്ഥമായി ദീനു പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തതായി നമുക്ക് അദ്ദേഹത്തിൽ കാണാൻ സാധിക്കുന്നു. ആ നിലക്ക് അദ്ദേഹം ദീനിന്റെ വഴിയിൽ ഇറങ്ങി പുറപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ വ്യത്യസ്തമായ രാജ്യങ്ങൾ അദ്ദേഹം താണ്ടി അവിടെയെല്ലാം പോയി ദീനു പഠിക്കാൻ അദ്ദേഹം ഒരുങ്ങിയതിന്റെ ഫലമാണ് അദ്ദേഹത്തിന് മുസ്തദ് അഹ്മദ് എന്ന് പറയുന്ന കിതാബും അനുബന്ധമായ മറ്റു ഗ്രന്ഥങ്ങളും. അദ്ദേഹം പിന്നീട് അബ്ബാസി ഖിലാഫത്തിൽ ശക്തമായ പീഡനങ്ങൾക്ക് പരീക്ഷകൾക്ക് പിന്നീട് അദ്ദേഹം വിധേയമായി. ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അതിശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും വന്നു. അന്ന് വിശുദ്ധ ഖുർആന്റെ വിഷയത്തിലുള്ള ഒരു വലിയ വിവാദം മുസ്ലിം ഉമ്മത്തിൽ അന്ന് ഉടലെടുത്തു. മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന ഒരു സംഘം മതത്തിലെ പ്രമാണങ്ങളെക്കാൾ ഏറെ യുക്തിക്ക് പ്രാമുഖ്യം നൽകുന്നവരാണ് മുഅ്തസിലിയാക്കൾ. ഒരു പ്രമാണത്തെ സ്വീകരിക്കണമെങ്കിൽ അത് യുക്തിയോട് യോജിക്കണം. യുക്തിയും പ്രമാണവും എതിരായാൽ പ്രമാണമല്ല സ്വീകരിക്കേണ്ടത്, യുക്തിയാണ് സ്വീകരിക്കേണ്ടത്. കാരണം ഇസ്ലാം യുക്തിയുടെ മതമാണ്. അതുകൊണ്ട് യുക്തിക്ക് യോജിക്കാത്ത കാര്യം ഇസ്ലാമിൽ ഉണ്ടാവുകയില്ല എന്ന അടിസ്ഥാനം വെച്ചുകൊണ്ട് ബുദ്ധിയോട് യുക്തിയോട് യോജിക്കാത്ത 7 ഹദീസും അത് ഒന്നുകിൽ വിശദീകരിച്ച് വ്യാഖ്യാനിച്ച് അത് ഒപ്പിച്ച് കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കുക, തള്ളിക്കളയുക എന്ന അടിസ്ഥാനം കൊണ്ടുവന്നവരാണ് മുഅ്തസിലിയാക്കൾ. വിശ്വാസ രംഗത്ത് ഒരുപാട് പാളിച്ചകൾ പിന്നീട് അവർക്ക് സംഭവിച്ചു. മുഅ്തസിലിയാക്കൾ അസ്ലു പ്രകാരം 5 കാര്യമാണ്. ആ 5ഉം അഹ്ലുസുന്ന പറയുന്ന അടിസ്ഥാനമല്ല. അതിൽ നിന്ന് തെറ്റിപ്പോയി വ്യത്യസ്തമായ ആദർശ വ്യതിയാനങ്ങൾ സംഭവിച്ച അവസാനം പ്രമാണങ്ങളെ തന്നെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയവരാണ് മുഅ്തസിലിയാക്കൾ. അള്ളാഹുവിന്റെ സിഫാത്തുകളെ പൂർണ്ണമായും അവർ നിഷേധിച്ചു. പടച്ച റബ്ബിന് ഒറ്റ സിഫത്തുമില്ല എന്ന പോലെ വാദം, ഒരു സിഫത്തുമില്ല. റഹ്മത്ത്, അതേപോലെ ഇൽമ്, സമഅ്, ബസർ തുടങ്ങി ഒരു സിഫത്തും ഒരു വിശേഷണവും അല്ലാഹു തആലാക്കില്ല എന്നാണ് മുഅ്തസിലിയാക്കളുടെ വാദം. റബ്ബിന്റെ പേരുകൾ ഒരു കേവലം പേരുകൾ മാത്രമാണ്. ആ പേരിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, ആ പേര് പ്രത്യേകിച്ച് ഒരു വിശേഷത്തെ അറിയിക്കുന്നുമില്ല എന്ന് വാദിച്ചവരാണ് മുഅ്തസിലിയാക്കൾ. കാരണം അവരുടെ അസ്ലു പ്രകാരം ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. അതേപോലെ ഹദീസുകൾ ധാരാളമായി തള്ളിയവരാണ്. അന്നത്തെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാം ഔസാഇയെപ്പോലൊക്കെ പറഞ്ഞു, ഈ ആളുകൾക്ക് 2000 അല്ലെങ്കിൽ 2000-ലധികമോ ഹദീസുകൾ തള്ളാതെ അവർക്കൊരിക്കലും ഈ അസ്ലു സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. 2000-ഓളം ഹദീസുകൾ തള്ളിക്കൊണ്ടല്ലാതെ അവർക്കൊരിക്കലും ഈ ആശയം പറയാൻ കഴിയില്ല എന്ന് അന്ന് ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് അവരെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് സംഭവിച്ചത്. തങ്ങളുടെ ബുദ്ധിക്കും യുക്തിക്കും യോജിക്കില്ല തോന്നിയതെല്ലാം അവര് തള്ളിക്കളയാൻ ധൈര്യം കാണിച്ചു. അതിന്റെ ഭാഗമായി ഉണ്ടായ വിവാദമായിരുന്നു വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണ്, അള്ളാന്റെ കലാമല്ല എന്ന വാദം. കാരണം അല്ലാഹു തആലക്ക് വേണ്ടി വിശേഷണങ്ങളുമില്ല അവരുടെ വാദം അനുസരിച്ച്. അപ്പൊ കലാമ് എന്നതുമില്ല, പടച്ചോനെ കലാമ് എന്ന വിശേഷണമില്ല, അള്ളാഹിനെ പറ്റി കലാം എന്നൊരു വിശേഷണമായി പറയാൻ പാടില്ല എന്നാണ് അവർ മനസ്സിലാക്കിയത്. കലാം എന്ന് പറഞ്ഞ സംസാരം എന്നാണല്ലോ. അപ്പൊ സംസാരം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായും നാവ് വേണം, പല്ല് വേണം, ചുണ്ട് വേണം, ആന്തരിക അവയവങ്ങൾ വേണം. ഇതൊക്കെയല്ലേ കലാമ്. അതിന് ശബ്ദം വേണം, അതിന് അക്ഷരം വേണം. അപ്പൊ അല്ലാഹു തആല കലാമുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇതെല്ലാം ഉണ്ട് എന്ന് പറയേണ്ടി വരും. അത് പറഞ്ഞാൽ പടച്ച റബ്ബിനെ പടപ്പുകളെ പോലാക്കലായി മാറി. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവർ കാണിച്ച സൂക്ഷ്മതയാണ് അള്ളാഹ്ക്ക് കലാമില്ല എന്ന് വാദിക്കുക. അപ്പൊ ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല. പിന്നെയോ അല്ലാഹു തആല ഖുർആനാകുന്ന ഒരു സംഗതിയെ ജിബ്രീലിനുള്ള അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തു. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നബിക്ക് തന്റെ ഭാഷയിൽ തന്റെ വചനങ്ങളിലായി ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഖുർആൻ സൃഷ്ടിയാണ്, അല്ലാഹ് സൃഷ്ടിച്ചതാണ് ജിബ്രീലിൽ. ജിബ്രീൽ വന്നിട്ട് നബിക്ക് ഓതി കൊടുക്കുകയും ചെയ്തത്.
അല്ലെങ്കിൽ നബിയുടെ ഉള്ളിൽ അള്ളാഹു തആല സൃഷ്ടിച്ചു കൊടുത്തതാണ് എന്ന് വാദിക്കുന്ന ആളുകൾ അവരുണ്ട്. നമ്മൾ ഈ കേൾക്കുന്ന ഈ പാരായണം അത് ഖുർആനല്ല, അത് കലാമല്ല എന്ന പോലെ വാദം. അവിടെ കലാം എന്നുള്ളത് അള്ളാഹുവിന്റെ സംസാരമല്ല, അത് ഖുർആൻ സൃഷ്ടിയാണ്, ഇത് കലാമല്ല എന്നവർ വാദിച്ചു. ഖുർആൻ കലാമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ്ലാം എന്ന് പുറത്തു പോകുമെന്ന് എനിക്ക് പറയേണ്ടി വന്നു. ഖുർആൻ അല്ലാതെ കലാം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ അപകടങ്ങളും അതിൽ തുറന്ന് വരുമെന്നാണ് അവർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് ഖുർആൻ കലാം എന്ന് പറയാൻ പാടില്ല. അന്ന് ഖലീഫ മഅ്മൂന്റെ കാലത്താണ്, അബ്ബാസി ഖലീഫയായ ഖലീഫ മഅ്മൂനാണ് ഈ മുഅ്തസിലി ആശയം അയാൾ ആകൃഷ്ടനാകുകയും അയാൾ ഈ ഒരു നിലവാരത്തേക്ക് മാറുകയും അന്നത്തെ ഇസ്ലാമിക സാമ്രാജ്യം ഈ ഒരു ആശയത്തെ ഔദ്യോഗിക ആശയമായി സ്വീകരിക്കുകയും ചെയ്തു. ഖുർആൻ അള്ളാഹിന്റെ കലാമല്ല, മഖ്ലൂഖാണ് എന്ന ആ വാദം അത് രാജ്യത്തെ ഔദ്യോഗിക ആശയമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. എല്ലാവരും അത് സ്വീകരിച്ചോളണം എന്ന് അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. മദ്രസകളിൽ അതേപോലെ പള്ളികളിൽ എല്ലാം ഔദ്യോഗികമായി പഠിപ്പിക്കുന്ന ആശയം ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല എന്ന ആശയമായിരുന്നു. ചെറിയ പ്രായം മുതൽ കുട്ടികൾ അത് പഠിച്ചാണ് വളരുക. എല്ലാ ക്ലാസ്സിലും എല്ലാ ഖുത്ബയിലും അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക. അതേ പറയാൻ പാടുള്ളൂ. രാജ്യത്തെ ഔദ്യോഗികമായ ആശയം അതാണ്, അതെതിരെ പറയാൻ പറ്റില്ല, പറഞ്ഞാൽ കേസാകുന്ന സാഹചര്യം ഉണ്ടായി. ആളുകൾ രണ്ട് വിഭാഗമാക്കി വേർതിരിക്കപ്പെട്ടു. ഖുർആൻ മഖ്ലൂഖാണെന്ന് പറയുന്ന ആളുകളും മഖ്ലൂഖല്ല കലാമാണെന്ന് പറയുന്ന ആളുകളും തമ്മിൽ വേർതിരിക്കപ്പെട്ടു. അഹ്ലുസുന്നയും മുഅ്തസിലികളും തമ്മിൽ രണ്ട് ഭാഗമായി ഗവൺമെന്റിന്റെ ഔദ്യോഗികമായി അവർ ആ നിലക്ക് വേർതിരിച്ചു. മുഅ്തസിലി ആശയം സ്വീകരിച്ച ആളുകൾക്ക് എല്ലാ ആനുകൂല്യവും പ്രഖ്യാപിച്ചു. ഖുർആൻ കലാമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ആനുകൂല്യമൊന്നുമില്ല, അവർക്ക് ജോലി പോലും കൊടുക്കാൻ പറ്റില്ല എന്നായി. സർക്കാർ നിശ്ചയിക്കുന്ന ജോലികൾ, പള്ളിയിലെ ഇമാമത്ത്, ഖുതുബ, ക്ലാസുകൾ, അതേപോലെ ഖാലി സ്ഥാനങ്ങൾ, ഇതൊന്നുമില്ല. അതൊക്കെ ഖുർആൻ കലാമല്ല എന്ന് പറയുന്ന ആളുകൾക്ക് മാത്രമാണ്. മഖ്ലൂഖാന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അവിടെ പലരും ഏറെ പ്രയാസത്തിലായി. അവർക്ക് പലപ്പോഴും ഗവൺമെന്റ് നൽകുന്ന ഭക്ഷ്യവസ്തുക്കൾ പോലും അഹ്ലുസുന്നക്ക് വളരെ കുറച്ചു മാത്രം കിട്ടിയിരുന്ന, പലപ്പോഴും തടയപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായി. ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ പോയാൽ ഒരു കാർഡ് നോക്കിയാൽ അറിയാം ഓരോ ഏതാന്നുള്ളത്. നമ്മുടെ ഇന്നത്തെ കാലത്തുണ്ടല്ലോ ചുവപ്പ് കാർഡ്, വെള്ളക്കാർഡ്, നീലക്കാർഡ് ഒക്കെ പറഞ്ഞിട്ട് ആ കാർഡ് കണ്ടാലാ ഈ കാർഡും ഒന്നുമില്ല പോയിക്കൊള്ളിയാൽ. മറ്റേ കാർഡുമായി ചെന്നാലോ ഒന്നാകെ ചാക്കിൽ കെട്ടിയിട്ട് വാരിക്കൊണ്ടുപോകാൻ പറ്റും ചെയ്യും എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അഹ്ലുസുന്നയെ പെട്ടെന്ന് ജോലിയുമില്ല, ശമ്പളവുമില്ല, സർക്കാർ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അങ്ങനെ ആനുകൂല്യങ്ങളുമില്ല, ഒന്നും കിട്ടുന്നില്ല. കുറെ ആളുകൾക്ക് നിവൃത്തിയില്ലാതെ ഖുർആൻ മഖ്ലൂഖാണ് എന്ന് പറയാൻ നിർബന്ധിതരായി. അന്ന് ഫസ്റ്റ് ചോദ്യമാണ്, ഇവിടെ പോയ ആദ്യത്തെ ചോദ്യം ഖുർആൻ കലാമാണോ മഖ്ലൂഖാണോ? മഖ്ലൂഖാണ് എന്ന് പറഞ്ഞു തന്നെ ഓനൊക്കെ പാസ്സാവും, ഓൻ എല്ലാ കാര്യവും പാസ്സായി കിട്ടും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഗവൺമെന്റ് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. ഇനി മഖ്ലൂഖാന്ന് പറയാൻ ധൈര്യമില്ലെങ്കിൽ കലാം അല്ല എന്ന് പറഞ്ഞാൽ മതി, എന്നാലും പരിഗണിക്കാം. ചിലർക്ക് അങ്ങനെ പറഞ്ഞ കലാമല്ല മഖ്ലൂഖാന്ന് പറയണ്ട. ഇനി ചിലരവിടെ എന്താ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാലും മതി എന്ന ചില ഇളവുകളും ചിലർക്ക് സ്വീകരിച്ചു. ചില ഉപായങ്ങളും സ്വീകരിച്ചു. ഉപായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉള്ളിൽ ശരിയായ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തപ്പോൾ തൽക്കാലം ചില രക്ഷക്കുള്ള മാർഗങ്ങൾ ചില പണ്ഡിതന്മാരെ കാണാം. അത്തൗറാത്തു വൽ ഇൻജീലു വസ്സബൂറു വൽ ഖുർആൻ കുല്ലു ഹാദിഹി മഖ്ലൂഖ്. തൗറാത്ത്, ഇൻജീൽ, സബൂർ, ഖുർആൻ ഇതെല്ലാം മഖ്ലൂഖാണ്. ഉദ്ദേശം എന്താ? ഇതെല്ലാം മഖ്ലൂഖാണ് ഇവരല്ലേ, ഉദ്ദേശം അതാണ്. ഇതൊക്കെ മഖ്ലൂഖാണ്. പക്ഷെ കേൾക്കുമ്പോൾ പെട്ടെന്ന് തോന്നും ഇതൊക്കെ സമ്മതിച്ചല്ലോ, ആയിക്കോട്ടെ പാസ്സായി. അങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെട്ടൊരു കാലഘട്ടമായിരുന്നു അന്ന്. ആ കാലഘട്ടത്തിൽ അതിശക്തമായ നിലപാടെടുത്ത് ഉറച്ചു നിന്ന ആളാണ് ഇമാം അഹ്മദ് ഹംബലി റഹിമഹുല്ലാഹ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, മഖ്ലൂഖ് അല്ല എന്ന് ധൈര്യസമേതം അദ്ദേഹം പ്രഖ്യാപിച്ചു. അത് എന്തു വന്നാലും വേണ്ടില്ല, കൊല്ലപ്പെടുകയാണെങ്കിൽ കൊല്ലപ്പെടട്ടെ എന്നാലും വേണ്ടില്ല എന്ന മട്ടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും അതിന്റെ കാരണമായി വലിയ പീഡനങ്ങൾക്ക് അദ്ദേഹം വിധേയമാവുകയും ചെയ്തു. ഖലീഫ മഅ്മൂനിൽ നിന്ന്, ഖലീഫ മുഅ്തസിമിൽ നിന്ന്, ഖലീഫ വാസിഖിൽ നിന്ന്, ഈ മൂന്നാളിൽ നിന്ന് വലിയ പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നു, പ്രത്യേകിച്ച് വാസിഖിൽ നിന്ന്. അന്നാണ് അദ്ദേഹം ഈ എല്ലാ പ്രയാസങ്ങൾക്കും വിധേയമായത്. അന്ന് പരസ്യമായ വിചാരണയ്ക്ക് അദ്ദേഹം വിധേയമായി. പരസ്യമായ ചാട്ടവാറ കൊണ്ടുള്ള അടി അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നു. ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നു. 70-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത്.
അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകപ്പെടുമ്പോൾ 70 വയസ്സ് പ്രായമാണ്. 2 കാതിലും ഭാരമേറിയ ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ച് ആ ചങ്ങലയും തൂക്കിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ. പരസ്യമായ വിചാരണക്ക് അദ്ദേഹത്തെ വിധേയമാക്കി. ജുമാക്ക് ശേഷം പള്ളിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് തളിച്ചുകൂടിയ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പരസ്യ വിചാരണ, പരസ്യമായ വാദപ്രതിവാദങ്ങൾ. മുഅ്തസിലി പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ഇബ്നു അബീ ദുവാദിനെ പോലെയുള്ള അന്നത്തെ കൊട്ടാരം പണ്ഡിതന്മാരുണ്ട്, മുഅ്തസിലിയാക്കളാണ് അവർ. രാജാക്കന്മാർക്ക് ഒപ്പിച്ച് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാ ആനുകൂല്യവും വാങ്ങി നല്ല സുഭിക്ഷമായി ജീവിച്ചു പോകുന്ന ഇബ്നു അബീ ദുവാദ് പറയുന്ന ആളാണ് അന്ത വലിയ മുഫ്തി. അന്ന് നാട്ടിലെ രാജ്യത്ത് കാര്യപ്പെട്ട ആള് അവരൊക്കെയാണ്. അവരൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് പരസ്യമായ ചോദ്യോത്തരങ്ങൾ, പരസ്യമായ വിചാരണകൾ, പരസ്യമായ സംവാദങ്ങൾ എല്ലാം നടത്തി. അവിടെയൊക്കെ ഇമാം അഹ്മദ് റഹിമഹുല്ലാ അതിശക്തമായി പിടിച്ചു നിന്നു. ഓരോ ചോദ്യങ്ങൾക്കും അദ്ദേഹം എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള മറുപടികൾ പറഞ്ഞു. ആളുകൾ കൃത്യമായ ആദർശം പഠിക്കാൻ ആവശ്യമായ ഒരു നിലപാട് അദ്ദേഹം അവിടെ സ്വീകരിച്ചു. പരസ്യമായി ചാട്ടവാർ കൊണ്ട് അടിക്കാൻ കൽപ്പനയിട്ടു. അദ്ദേഹത്തിന്റെ വലത്തും ഇടത്തുമായി 2 ആളുകളെ ചാട്ടവാറുമായി 2 പോലീസുകാരെ പട്ടാളക്കാരെ നിർത്തുകയാണ്. ഇന്നലാണ് വിചാരണ. രാജാവ് അവിടെ സന്നിഹിതനാണ്, ഭരണാധികാരി സന്നിഹിതനാണ്. അവിടെ വെച്ചാണ് വിചാരണ. ആ വിചാരണക്കിടയിൽ ഇമാം അഹ്മദോട് ചോദിക്കും, ഖുർആൻ അള്ളാഹിന്റെ കലാമാണോ മഖ്ലൂഖാണോ? അള്ളാഹിന്റെ കലാമാണ്, സംശയമില്ല. അടിക്കാൻ കൽപ്പിക്കും. അങ്ങനെ ചാട്ടവാർ കൊണ്ട് 2 ഭാഗത്തു നിന്നും മാറി 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 അടിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറെ അടിക്കുമ്പോൾ തൽക്കാലം അടി നിർത്താൻ പറഞ്ഞു. എന്നിട്ട് ഭരണാധികാരി ചോദിക്കുന്നത്, എന്തിനാണ് അഹമ്മദ് നിങ്ങൾ സ്വയം നശിപ്പിക്കുന്നത്? ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, ഖുർആൻ അല്ലാഹുവിന്റെ കലാമല്ല, മഖ്ലൂഖാണ് എന്നൊരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യവും നൽകാം. രാജ്യത്തെ ഔദ്യോഗികമായ ഏറ്റവും വലിയ മുഫ്തിയായി, നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഗ്രാൻഡ് മുഫ്തിയായിട്ട് നമ്മൾ പ്രഖ്യാപിക്കാം. എല്ലാ ആനുകൂല്യവും നൽകാം. എന്തിനാണ് സ്വയം ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അഹ്മദ് പറഞ്ഞ വാക്കുണ്ട്, അഅ്തൂനി ശൈഅൻ മിൻ കിതാബില്ലാഹ് ഔ സുന്നത്തി റസൂലില്ലാഹ് ഹത്താ അഖൂല ബിഹി. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ ഇവിടെ തെളിവുമുണ്ടെങ്കിൽ തന്നോളൂ, ഞാൻ പറയാം. നിങ്ങളെ പ്രകോപനങ്ങളും കണ്ട് പറയാൻ എന്നെ കിട്ടൂല. ഈ വിഷയത്തിന് ഖുർആൻ കലാമല്ല എന്ന് പറയാൻ, മഖ്ലൂഖാ എന്ന് പറയാൻ വല്ല തെളിവുമുണ്ടോ ഖുർആനിൽ, ഹദീസിലുണ്ടോ എങ്കിൽ തരൂ, ഞാൻ പറയാം. ഇല്ലേ, പറയാൻ കഴിയില്ല. വീണ്ടും അടിക്കാൻ പറയും. വീണ്ടും അടിച്ച് കുറെ കഴിയുമ്പോൾ വീണ്ടും നിർത്തും. ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ബിദായത്ത് വന്നിഹായിൽ വളരെ വിശദമായി ഇമാം അഹ്മദിന്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഈ മെഹ്നത്ത്, അദ്ദേഹം നേരിട്ട ഈ പരീക്ഷണങ്ങളെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വിശദമായി രേഖപ്പെടുത്തി കാണാൻ കഴിയും. അപ്പോൾ ഇമാം അഹ്മദ് ഇതേ വാക്ക് ആവർത്തിക്കും, അഅ്തൂനി ശൈഅൻ മിൻ കിതാബില്ലാഹ് ഔ സുന്നത്തി റസൂലില്ലാഹ് ഹത്താ അഖൂല ബിഹി. അല്ലാഹുവിന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ വല്ലതും ഉണ്ടോ തന്നോളൂ, ഞാൻ പറയാം. ഇല്ലെങ്കിൽ പറയാൻ കഴിയില്ല. അങ്ങനെ ശക്തമായ അടി കിട്ടി അവസാനം ബോധരഹിതനായി അദ്ദേഹം വീഴുകയാണ്. അടിച്ചടിച്ചടിച്ച അവസാനം ബോധരഹിതനായി വീണു. ശരീരത്തിന്റെ പല ഭാഗത്തും മാംസം തൂങ്ങിക്കിടന്നതാണ്. അടിച്ചിട്ട് ഒന്നാകെ പൊടിഞ്ഞ് മാംസങ്ങൾ തൂങ്ങിക്കിടന്ന് ഒന്നാകെ രക്തത്തിൽ കുളിച്ച് അദ്ദേഹം ബോധരഹിതനായി വീഴുകയാണ് ചെയ്ത് ആ സമയത്ത് അടി നിർത്തുന്നത്. മകൻ അബ്ദുള്ള പറയുന്നുണ്ട്, 6 മാസം ചികിത്സിച്ചിട്ടാണ് വാപ്പാക്ക് പിന്നെ മര്യാദക്ക് എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും പോലും പറ്റുന്ന അവസ്ഥയുണ്ടായതാണ്. അത്രയേറെ ശരീരമാസകലം അടികൊണ്ട് മാംസമാകെ പൊളിഞ്ഞ് തൂങ്ങി വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വാപ്പ എത്തിയതാണ്. 6 മാസം ചികിത്സിച്ചിട്ടാണ് വാപ്പാക്ക് സ്വസ്ഥമായി ഒന്ന് നടക്കാൻ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വാപ്പ മാറിയത്. എന്നിട്ട് പോലും മാറ്റി പറയാൻ തയ്യാറായില്ല. ഉറച്ചവിടെ നിന്നു. അയിമ എന്ത് വന്നാലും വേണ്ടില്ല, ഏറി വന്നാൽ കൊല്ലപ്പെടുകയല്ലേ ഉള്ളൂ, കൊല്ലപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടാലും വേണ്ടില്ല. അദ്ദേഹത്തിന്റെ കൂടെ സഹതടവുകാരനായി അറസ്റ്റ് ചെയ്യപ്പെട്ട ആളായിരുന്നു അന്ന് മുഹമ്മദ് ബിൻ നൂഹ് റഹിമഹുല്ലാഹ്. അദ്ദേഹം നൽകിയ ചില ഉപദേശങ്ങൾ കാണാൻ കഴിയും ചരിത്രത്തിൽ. വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഓർഡർ വന്നപ്പോൾ മുഹമ്മദ് നൂഹ് പറയുന്നുണ്ട്, നമ്മളെ കൊണ്ടുപോയാൽ എന്താ സംഭവിക്കുക പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നമ്മൾ കൊല്ലപ്പെട്ടേക്കാം, അതല്ലെങ്കിൽ ശക്തമായ പീഡനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നേക്കാം. അവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്നെ നിങ്ങൾ നോക്കേണ്ടതില്ല. എനിക്കെന്താ സംഭവിക്കുന്നത് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങളത്ര ഈമാനൊന്നും എനിക്കുണ്ടാകണമെന്നില്ല. നിങ്ങൾ ഉറച്ചു നിൽക്കണം. കാരണം നിങ്ങളെങ്ങാനും മാറ്റിപ്പറഞ്ഞാൽ ഖിയാമത്ത് വരെയുള്ള ധാരാളം വിശ്വാസികളുടെ ഈമാൻ തെറ്റിപ്പോകാൻ ഒരുപക്ഷെ അത് കാരണമായി മാറും. നിങ്ങൾ എല്ലാവരും മാതൃകയാക്കുന്ന ഇമാമാണ്. എല്ലാവരും നോക്കുക, ഇമാം അഹ്മദ് എന്ത് പറഞ്ഞതാണ്,
അപ്പൊ നിങ്ങളെങ്ങാനും ഖുർആൻ മഖ്ലൂഖാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഖുർആൻ മഖ്ലൂഖാണ് വിശ്വസിക്കുന്ന മനുഷ്യന്മാരുണ്ടായി വരും. അതിലേക്ക് പാപഭാരം നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങളെങ്ങാനും കലാമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ കൊല്ലപ്പെട്ടേക്കാം. അങ്ങനെ കൊല്ലപ്പെട്ടാൽ ഷഹീദായി മരിക്കാം. അവിടെ നിങ്ങൾ ഉറച്ചു നിൽക്കണമെന്ന് മുഹമ്മദ് നൂഹ് റഹിമഹുല്ലാ ഇമാം അഹ്മദിന് അന്ന് നൽകുന്ന ഉപദേശമുണ്ട്. അങ്ങനെ രണ്ടുപേരെയും ഒന്നിച്ചാണ് കൊണ്ടുപോകുന്നത്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നൂഹ് മരണപ്പെടുകയാണ്. പോകുന്ന വഴിക്ക് അദ്ദേഹം മരിച്ചു. മുഹമ്മദ് പറയാണ്, അദ്ദേഹത്തിന് നല്ല മരണം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നോട് അവസാനമായി നൽകിയ ഉപദേശം വസിയത്തിലാണല്ലോ. ആ ഒരു ഉറച്ചു നിൽക്കുന്ന ഇമാം അഹ്മദ് ഏറ്റെടുത്തു. എന്തെല്ലാം വന്നാലും ശരി ശക്തമായി അദ്ദേഹം ഉറച്ചു നിന്നു. അദ്ദേഹം പ്രഖ്യാപിച്ചു. അതോടുകൂടി ഖുർആൻ കലാമാണ് എന്നുള്ളത് ആളുകളെ മനസ്സിൽ, സാധാരണക്കാരുടെ മനസ്സിൽ അതാണ് പതിഞ്ഞു. ഇമാം അഹ്മദ് എന്തു പറയുന്നതാണ് അന്നത്തെ ആൾക്കാർ നോക്കുന്നത്. മറ്റാരുമല്ല, അവരെക്കാളൊക്കെ അപ്പുറത്തെ ആളുകളുടെ നോട്ടം ഇമാം അഹ്മദ് എന്താ പറയുന്നത്, അദ്ദേഹം ഉറച്ചുറപ്പ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദിന്റെ കാലശേഷം പിന്നീട് വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ തൗബ ചെയ്ത് അഹ്ലുസുന്നയുടെ ശരിയായ വഴിയിലേക്ക് മടങ്ങി വന്ന പണ്ഡിതന്മാര് പോലും അവര് മടങ്ങുമ്പോൾ പറയാറുള്ളത് ഇമാം അഹ്മദിന്റെ റൂട്ടിലാണ് ഇനി ഞാനുള്ളത് എന്നാണ്. അതൊരു ഐഡന്റിറ്റിയായി മാറി. പലരും തൗബ ചെയ്ത് പോന്നിട്ടുണ്ട്. ഇമാം അശ്അരി തൗബ ചെയ്ത് മടങ്ങിയതാണ്. അബുൽ ഹസൻ അശ്അരി റഹിമഹുല്ലാ അദ്ദേഹം 40 വയസ്സ് വരെ മുഅ്തസിലിയായിരുന്നു. ഈ പറയപ്പെട്ട വിശ്വാസമുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് മുഅ്തസിലത്ത് വിട്ട് അദ്ദേഹം കുല്ലാബിയത്തിലേക്ക് മാറി. അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം അവസാനം അഹ്ലുസുന്നയുടെ ശരിയായ നയനിലപാട് സ്വീകരിച്ചതിലേക്ക് മടങ്ങി. ആ മടങ്ങിയിട്ട് അദ്ദേഹം എഴുതിയ കിതാബാണ് അൽ ഇബാന ഫി ഉസൂലിദ്ദിയാന. അൽ ഇബാന ഫി ഉസൂലിദ്ദിയാന എന്ന പേരിൽ അദ്ദേഹം കിതാബ് എഴുതി. ഇതുവരെയുള്ള എന്റെ വിശ്വാസം ഇതാ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു, ഇനി എന്റെ വിശ്വാസം ഈ കിതാബിൽ പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതിയ കിതാബാണ് അൽ ഇബാന ഫി ഉസൂലിദ്ദിയാന. അതിൽ തുടക്കത്തിൽ ആമുഖത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഇതുവരെയുള്ള എല്ലാ വിശ്വാസങ്ങളും ഞാൻ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കും, ഇനി എന്താ നിങ്ങളുടെ വിശ്വാസം? എനിക്ക് പറയാനുള്ളത്, ഇനി മുതൽ എന്റെ വിശ്വാസം വബിമാ ഖാല ബിഹി അൽ ഇമാം അബൂ അബ്ദുല്ലാ അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഖായിലൂൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് എന്താണോ അഖീദയായി സ്വീകരിച്ചതും പഠിപ്പിച്ചതും അതാണ് ഇനി മുതൽ ഇനി എന്റെയും അഖീദ. അന്നൊരു ഐഡന്റിറ്റി അതാണ്. ഒരാൾ മടങ്ങി വന്നാലും സ്വാഭാവിക സംശയം ബാക്കി ഉണ്ടാവുമല്ലോ. ഞങ്ങൾക്ക് ഈ വിഷയം ക്ലിയർ ആയിക്കണോ, ആ വിഷയം പഠിഞ്ഞേക്കണോ, ഈ വിഷയത്തിൽ നിലപാടെന്താ? ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടാവും. ഒരാൾ മടങ്ങി വരുമ്പോൾ ഒരു വഴിയിലേക്ക്, ഒരു വിശ്വാസത്തിലേക്ക്, ഒരു പാർട്ടിയിലേക്ക് ഒരാൾ വന്നവനെ പറ്റി കുറച്ചുകൂടെ സംശയം ഉണ്ടാവുമല്ലോ. അവനിപ്പോ എല്ലാ വിഷയം പഠിച്ചിട്ട് വന്നതാണോ മറ്റു വല്ലതുമാണോ? അപ്പൊ ഓരോന്നും ചോദിക്കാൻ പറ്റുമല്ലോ. ഇത് എന്റെ നിലപാടെന്താ, ഇത് നിലപാടെന്താ, മറ്റു നിലപാടെന്താ, ഇത് ചോദിക്കാൻ കഴിയില്ല. അപ്പൊ അയാളുടെ ഐഡന്റിറ്റിയാണ് ഇമാം അഹ്മദ് പറഞ്ഞു കൊടുത്താൽ ഞാനുള്ളതാണ്. ഓക്കെ, പിന്നെ സംശയമില്ല, ക്ലിയറായി. അല്ല, ഇമാം അഹ്മദ് അന്ധമായി അനുകരിച്ചതല്ല, തഖ്ലീദ് ചെയ്തതല്ല. അതൊരു ഐഡന്റിറ്റിയാണ് ആ കാലഘട്ടത്തിൽ. അന്ന് അഹ്ലുസുന്നയുടെ ഇമാം എന്നുള്ളത് ഇമാം അഹ്മദാണ്. ഇമാം അഹ്മദിന്റെ നിലപാടാണ് എന്റെ നിലപാട് എന്ന് പറഞ്ഞാൽ പിന്നെ അയാളെപ്പറ്റി സംശയമില്ല. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് വിവാദങ്ങളും ബഹളങ്ങളും ധാരാളമുള്ള കാലമാണ്. ആർക്കും ആരെയും വിശ്വസിക്കാൻ പോലും കഴിയാത്ത ഘട്ടമാണ്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ മാറ്റിമറിക്കുന്ന ഘട്ടമാണ്. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പലപ്പോഴും ചാടി കളിക്കുന്ന കാലഘട്ടമാണ്. അങ്ങോട്ട് മാറും, അവിടെ ഇങ്ങോട്ട് മാറും, അപ്പുറത്തേക്ക് മാറും. അവിടെ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥ. അപ്പൊ അന്നൊക്കെ ഒരു ഐഡന്റിറ്റിയായി എടുത്തു കാണിച്ചത് ഇമാം അഹ്മദ് ആയിരുന്നു. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല ചില ഐഡന്റിറ്റികളെ വെക്കും എല്ലാ കാലത്തും. ചിലപ്പോൾ ഒരു ഫിഖ്ഹി മസ്അലയായിരിക്കാം, ഒരു കർമ്മശാസ്ത്ര മസ്അല, അതായിരിക്കും ഐഡന്റിറ്റി. ഉദാഹരണമായി പിന്നെ ബൂട്ട് ധരിച്ചാൽ, സോക്സ് ധരിച്ചാൽ അതിന്മേൽ തടവുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ അഖീദയുമായി ബന്ധപ്പെട്ട ഫിഖ്ഹ് ആയിരുന്നത്. അത് ഫിഖ്ഹാണ്, കർമ്മശാസ്ത്ര മസ്അലയാണ്. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അഹ്ലുസുന്നയെയും ശിയാക്കളെയും ഖവാരിജകളെയും വേർതിരിക്കാനുള്ള ഒരു ഐഡന്റിറ്റി ഇതായിരുന്നു. ഒന്ന് നടക്കുമ്പോ സോക്സ് അയക്കണ്ട മനസ്സിലാക്കുവാൻ ചെയ്യാണ്, അരുവ ഖവാരിജാണ്. കാരണം അഹ്ലുസുന്ന മാത്രമേ അത് സോക്സുമ തടവുള്ളൂ, അല്ലാത്തവരൊന്നും സോക്സുമ തടവൂല, അത് പറ്റൂല എന്നാണ് പോലെ വാദം. അപ്പൊ ഏത് സാധാരണക്കാരും ഒരാളെ അളക്കാൻ അങ്ങനത്തെ ചില അടയാളങ്ങൾ അല്ലാഹു തആല എല്ലാ കാലത്തും വെച്ചു കൊടുക്കും. അത് അഖീദയായിട്ട് ബന്ധപ്പെട്ട പക്ഷേ ആവൂല. അതുകൊണ്ടാണ് അന്നത്തെ കാലത്തെ അഖീദ എഴുതിയ പണ്ഡിതന്മാർ, അഖീദ കിതാബ് എഴുതിയ പണ്ഡിതന്മാർ, ഇമാം തുഹാവിയെ പോലുള്ള ആളുകൾ, ഇമാം അഹ്മദിനെ പോലുള്ള ആളുകൾ, അവരൊക്കെ അഖീദ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ പ്രത്യേകം പറഞ്ഞു, വനറാ ജവാസൽ മസ്ഹി അലൽ ഖുഫൈൻ, ഖുഫയിൽ തടവൽ അനുവദനീയമാണ് എന്നാകുന്നു നമ്മുടെ നിലപാട്. എന്താ ആ നിലപാട് കണ്ടാ മനസ്സിലായി, ക്ലിയർ ആണ്.
നമ്മുടെ നാട്ടിൽ ഉദാഹരണം പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും ഒരു മഹല്ല് പള്ളി നിസ്കരിക്കാൻ കയറി വിചാരിക്കാം, ഒരു സമസ്ത പള്ളിയിൽ കയറി അവിടെ ഒതുക്കാൻ നിൽക്കുമ്പോൾ ഒരു ചങ്ങായുണ്ട് ഇങ്ങനെ ഒതുക്കാക്കും, തലയിങ്ങനെ തടവിട്. നമ്മൾ എന്താ മനസ്സിലാക്കുക? ഇയാൾ സലഫിയാണല്ലോ, അയാൾ അക്കീദ വെക്കാനില്ല, അയാൾ മനഹജ വെക്കാനില്ല. ഇത് മാത്രമേ കണ്ടുള്ളൂ. ഇത് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കും സലഫി. അന്ന് പോയി പരിചയപ്പെടും. അപ്പൊ നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ആളാണ്, നമ്മൾ വിശ്വത്തിന്റെ ഭാരവാഹിയാണ്, മനസ്സിലായി. ഇതൊരു ഐഡന്റിറ്റിയാണ്. എന്താ തല അല്ലാതെ അറിയുക ശരിയാവൂലേ? ശരിയാവും. പക്ഷെ അതൊരു ഐഡന്റിറ്റി, അത് കണ്ടാൽ മനസ്സിലാക്കാം അയാളുടെ ബാക്കി നിലപാടുകൾ. ചില വ്യക്തികൾ ചിലപ്പോൾ അല്ലാഹു തആല അതിന് വേണ്ടി അങ്ങനെ ഒരു തയ്യാറാക്കി നോക്കും. അതിൽപ്പെട്ടാണ് ഇമാം അഹ്മദ് എന്ന് പറഞ്ഞത്. അന്ന് ഞാൻ ഇമാം അഹ്മദിന്റെ വഴിയിലാണ് എന്ന് പറഞ്ഞാൽ ഖലാസ്, പിന്നെ സംശയമില്ല, ക്ലിയറാണ്. ചില കാര്യത്തിൽ തിരിച്ചാണ്. ഇപ്പോ സ്വഹാബികളെ ചീത്ത പറയുക, അത് ഷിയാക്കളുടെയും ഖവാരിജുകളുടെയും ഖദരിയാക്കളുടെയും എല്ലാം ശീലമായി. അപ്പൊ ചിലപ്പോൾ അഹ്ലുസ് സുന്നയുടെ ഐഡന്റിറ്റി പറയുമ്പോൾ ഞാൻ സ്വഹാബികളെ ചീത്ത പറയാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും ആവശ്യമില്ല. സ്വഹാബികളെ ചീത്ത പറയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ ഓക്കെയാണ് കിട്ടി. ഖദർ നിഷേധം ശക്തമായി വരുന്ന കാലഘട്ടമുണ്ട്. അപ്പൊ അന്ന് ഞാൻ ഖദർ വിശ്വസിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇനി ബാക്കി ചോദ്യമില്ല. കാരണം അല്ലാത്തവരൊക്കെ ഖദർ നിഷേധിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ഐഡന്റിറ്റികൾ ഉണ്ട്. ഇമാം അഹ്മദിന്റെ കാലഘട്ടത്തിൽ വിവാദമായി വന്നത് ഇതായിരുന്നു, ഖൽഖുൽ ഖുർആൻ. ഖുർആൻ മഖ്ലൂഖാണോ അല്ല കലാമാണോ? അതിനാണ് ആളുകളെ വേർതിരിച്ചത്. ഖലീഫ മഅ്മൂനി 212 ഈ ഒരു വിവാദത്തിൽ തുടക്കമിട്ടത്. ഖലീഫ മഅ്മൂനിന്റെ ഗുരുനാഥൻ വലിയ മുഅ്തസിലിയായിരുന്നു, അല്ലാഫുൽ ഹുദൈലി. അയാൾ മുഅ്തസിലിയുടെ വലിയ നേതാവാണ്. അയാളിൽ നിന്നാണ് ഖലീഫ മഅ്മൂൻ പലപ്പോഴും ദീനിന്റെ പല വശങ്ങളും ചോദിച്ചു പഠിച്ച് മനസ്സിലാക്കി വെച്ചത്. അതുവഴിയാണ് ഖലീഫ മഅ്മൂന് മുഅ്തസിലി ആശയം സ്വീകാര്യമായി മാറുന്നത്. മാത്രമല്ല, അന്ന് അവർ യുക്തി വെച്ചുകൊണ്ട് ഇസ്ലാമിനെ സ്ഥാപിക്കുന്ന ആളുകളാണ്. ഇസ്ലാമിനെതിരെ വരുന്ന വിമർശനങ്ങൾക്കൊക്കെ യുക്തി കൊണ്ട് മറുപടി പറഞ്ഞ് ഇസ്ലാം യുക്തിയുടെ മതമാണ് സ്ഥാപിച്ച് അങ്ങനെ ഏത് ചോദ്യത്തിനും തന്റെ അവരനെ ഉത്തരം മുട്ടിക്കാനുള്ള കഴിവുള്ള കുറെ പണ്ഡിതന്മാർ മുഅ്തസിലികളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിയാണോ അല്ലേ വാറക്കാൻ, പക്ഷെ അവരെ യുക്തി കൊണ്ട് അവരവരെ ഏത് വലിയ എതിരാളിയെയും മുട്ടുകുത്തിക്കും. അതിൽ ഖലീഫ മഅ്മൂൻ വലിയ സ്വാധീനം നേടി. അങ്ങനെയാണ് മുഅ്തസിലികൾ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കുകയും നേരത്തെ പറഞ്ഞ ഇബ്നു അബി ദുആദ് എന്ന് പറയുന്ന വലിയ മുഅ്തസിലി പണ്ഡിതനെ പ്രത്യേകമായി തന്റെ ഉപദേശകനായി ഖലീഫ മഅ്മൂൻ സ്വീകരിക്കുകയും ചെയ്യുന്നത്. കൊട്ടാരത്തിൽ എല്ലാ ആനുകൂല്യം കൊടുത്തു. തന്നെ ഏറ്റവും അടുത്ത ഫുൾ ടൈം കൂടെയുള്ള ആളായി പ്രഖ്യാപിച്ചു. ഏത് കാര്യമുണ്ടോ ഇബ്നു അബി ദുആദിനെ ഏൽപ്പിക്കുക. അങ്ങനെയാണ് ഇബ്നു അബി ദുആദിന്റെ ഈ ഒരു വഴി ഉപയോഗപ്പെടുത്തി മുഅ്തസിലിയാക്കൾ ഈ അവസരം ദുരുപയോഗം ചെയ്ത് ഈ അബ്ബാസി ഖിലാഫത്ത് ആ കാലഘട്ടത്തിൽ അവർക്ക് അനുകൂലമാക്കി മാറ്റുന്നത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ എല്ലാ പണ്ഡിതന്മാരും നമുക്കൊന്ന് പരീക്ഷിക്കണം, ഒരു നിലപാട് അറിയാലോ എന്നൊരവസ്ഥയ്ക്ക് എത്തുകയും അങ്ങനെ ഖലീഫ പ്രത്യേകമായ ഒരു ഓർഡർ എല്ലാ പ്രദേശങ്ങളിലേക്കും അയച്ചു. അവിടെയുള്ള മുഹദ്ദിസീങ്ങൾ, ഹദീസ് പണ്ഡിതന്മാർ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ, ഫത്വ നൽകുന്ന ആളുകൾ, ഖതീബുമാർ, ഖാലിമാർ, ഓരോടൊക്കെ നിലപാട് എന്താണ് എന്ന് അറിയണം. ഒരു കണക്കെടുപ്പ്, ഒരു സർക്കുലർ കൊടുത്തയച്ചു. എല്ലാവരും ചോദിച്ചിട്ട് ഓരൊക്കെ തന്നെ ഉത്തരം നിങ്ങൾ എഴുതി അയക്കണം. അങ്ങനെ അതിന് ഖലീഫ മഅ്മൂൻ ഏൽപ്പിച്ച വ്യക്തി അത് ഭംഗിയായി ചെയ്തു. എല്ലാവരും വിളിച്ചുകൂട്ടിയിട്ട് ഇത് വായിച്ചു കേൾപ്പിത് എങ്ങനെ ഉണ്ട്, അവിടെ എല്ലാവരും എന്താ നിലപാട് പദം റിപ്പോർട്ട് അയക്കാനാണ്. അപ്പൊ എല്ലാവരും എഴുതി ആ ഉത്തരക്ക് രേഖപ്പെടുത്തി നേരെ ഖലീഫക്ക് അയച്ചു കൊടുത്തു. അത് വായിച്ചിട്ട് അതിന് ഖലീഫ സോർട്ട് ചെയ്തു. ഇത്ര ആളുകളൊക്കെ ഇതിപ്പോഴും ഇങ്ങനെ, എന്നാ പിന്നെ അത് പറ്റില്ല. ഓരോ വിളിച്ചു കൂട്ടിയവർക്ക് ഒരു ഫൈനൽ വാണിംഗ് കൊടുത്തു, ഇത് പറ്റില്ല, ഇങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ ഒന്നുകിൽ നിങ്ങൾ ഖുർആൻ മഖ്ലൂഖാണ് പറയണം, അല്ലെങ്കിൽ അതിന് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടി വരും. അങ്ങനെയാണ് ഈ ഫിത്ന അന്ന് മുസ്ലിം ലോകത്ത് ബഗ്ദാദ് കേന്ദ്രമായി അന്ന് ഉണ്ടാകുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ കുറെ ആളുകളൊക്കെ പിന്നെ നിവൃത്തിയില്ലാതെ സമ്മതിച്ചു, കുറെ ആളുകൾ മൗനം പാലിച്ചു. അത് പ്രധാനമായും 4 പേരെ ഈ ശരി വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച് മുന്നോട്ട് വന്നിട്ടുള്ളൂ. അതിൽ ഒന്നാമനാണ് ഇമാം അഹ്മദ്. അതുകൊണ്ടാണ് ഏറ്റവും അധികം പീഡനങ്ങൾ അദ്ദേഹത്തിന് ഏൽക്കേണ്ടി വന്നത്. അവസാനം ഖലീഫ മഅ്മൂനെ മുമ്പിലേക്ക് ഹാജരാക്കാൻ കൊണ്ടുവരുമ്പോഴാണ് ഇമാം അഹ്മദ് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹു നിന്റെ ഖുർആൻ നിന്റെ കലാമാണെങ്കിൽ അബ്ബേ ഞാൻ എന്നോട് ചോദിക്കുന്നു, എനിക്ക് അദ്ദേഹത്തെ മുഖം കാണാൻ അവസരം ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കുകയും അവർ വരുന്ന വഴിയിൽ ഖലീഫ മഅ്മൂൻ മരിച്ചു എന്ന വാർത്തയാണ് പിന്നെ കേൾക്കുന്നത്. കാണേണ്ട അവസരം ഉണ്ടായില്ല. ആ ദുആക്ക് അല്ലാഹു സ്പോട്ടിൽ ഇജാബത്ത് നൽകി. പക്ഷെ ഖലീഫ മഅ്മൂൻ മരിക്കുമ്പോൾ
തന്നെ പിൻഗാമിയായി വരുന്ന മുഅ്തസിം ബില്ലാഹ് എന്ന് സ്ഥാനപ്പേര് വിളിക്കുന്ന ഖലീഫ മുഅ്തസിമിന് വസിയത്ത് കൊടുത്തിരുന്നു. ആ വസിയത്തിൽ ഈ കാര്യങ്ങൾ അതേപടി ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം പ്രത്യേകം വസിയത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല ഇബ്നു അബീ ദുവാദിനെ ഒരു കാരണവശാലും ഒരിക്കലും വെറുപ്പിക്കാൻ പാടില്ല എന്നും നിന്റെ എല്ലാ കാര്യത്തിലും നിന്റെ സഹചാരിയായി ഇബ്നു അബീ ദുവാദിനെ ചേർത്ത് പിടിക്കണമെന്നും അയാൾ യോഗ്യനാണ് എന്നുമുള്ള വസിയത്ത് പ്രത്യേകമായി മുഅ്തസിമിന് മഅ്മൂൻ നൽകിയിരുന്നു. അതുകൊണ്ട് മഅ്മൂനേക്കാൾ ശക്തമായ പീഡനമാണ് പിന്നീട് മുഅ്തസിമിന്റെ കാലത്തുണ്ടായത്. മുഅ്തസിം ഒരു ആലിമായിരുന്നില്ല, മഅ്മൂൻ കുറച്ചും കൂടി ഇൽമുള്ള ആളായിരുന്നു. പക്ഷെ ആ ഇൽമു റൂട്ട് മാറിപ്പോയി നടത്തും. മഅ്മൂന് അധികാരത്തിന്റെ ആളായിരുന്നു, അല്ലോ മുഅ്തസിം അധികാരത്തിന്റെ ആളായിരുന്നു, വാളുപയോഗിക്കുന്ന ആളായിരുന്നു. അറിവിനേക്കാളേറെ അധികാരം നടപ്പാക്കുന്നിടത്താണ് കൂടുതൽ ശ്രദ്ധിച്ചത്. അതുകൊണ്ട് ആ കാലത്ത് കുറച്ചുകൂടെ ശക്തമായ പ്രയാസങ്ങൾ വന്നു. മഅ്മൂന് ശേഷം വാസിഖ് വന്നു. വാസിഖും അതേ വഴിയിലാണ് പിന്നീട് വന്നത്. വാസിഖ് പ്രത്യേകമായി ഓർഡർ ഇട്ടു, ഇവരാളും സദസ്സുകാരും പങ്കെടുക്കാൻ പാടില്ല. ഇവരൊക്കെ നീതി പഠിപ്പിക്കുമ്പോൾ പങ്കെടുത്താൽ നോട്ട് ചെയ്യും, അവർക്കെതിരെ കേസ് വരും, ഒരു അറസ്റ്റ് ചെയ്യും. ആളുകൾ ഒരുമിച്ച് കൂടുന്നതൊക്കെ അതുകൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതും കഴിഞ്ഞ് പിന്നീട് ഖലീഫ മുത്തവക്കിൽ വന്നു. മുത്തവക്കിലിന്റെ കാലത്താണ് ഇതൊരു മാറ്റം ഉണ്ടാകുന്നത്. അന്ന് മുതൽ ഒരു അയവ് കിട്ടിയത് അതെല്ലാം ക്യാൻസൽ ചെയ്തു, അതൊക്കെ ഒഴിവാക്കി മുത്തവക്കിലിന്റെ കാര്യം ബോധ്യമായി. അങ്ങനെ അദ്ദേഹം അതിന് സ്വാതന്ത്ര്യം നൽകുകയും അവിടെ ആളുകൾ നിർബന്ധിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുകയും ചെയ്ത അവിടെ മുതലാണ്. അങ്ങനെ ഇമാം അഹമ്മദൊക്കെ പിന്നീട് ഒരു ആശ്വാസം കിട്ടുന്നത്. അന്ന് ഇമാം അഹമ്മദ് അദ്ദേഹം സർക്കാരിന്റെ പ്രത്യേകമായ ഗ്രാന്റ് അനുവദിച്ചു. ഈ പീഡനങ്ങൾക്കെല്ലാം ഒരു പ്രായശ്ചിത്തം എന്നോണം, തന്റെ മുമ്പ് കഴിഞ്ഞു പോയ ഭരണാധികൾ ചെയ്തു കൂട്ടിയ ഈ അക്രമങ്ങൾക്ക് ഒരു പ്രായശ്ചിത്തം എന്നോണം ഇമാം അഹമ്മദിന് എല്ലാ മാസവും ഒരു തുക ബൈത്തുൽ മാലിൽ കൊടുക്കാൻ വരെ ഓർഡർ ഇട്ടു. ഇമാം അഹമ്മദ് വേണ്ട, അദ്ദേഹം സ്വീകരിച്ചില്ല. എനിക്ക് വേണ്ട, സ്വീകരിക്കാൻ തയ്യാറായില്ല, എനിക്ക് അങ്ങനത്തൊന്നും ആവശ്യമില്ല, അല്ലാതെ ഇതിന് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പിന്നീട് ബാക്കിയുള്ള കാലത്ത് ആശ്വാസമായി മാറുകയും അന്ന് ദീനി രംഗത്ത് പരിശ്രമിക്കുകയും ധാരാളം ശിഷ്യന്മാർ ഉണ്ടാകുകയും ഒരുപാട് ആളുകൾക്ക് വെളിച്ചമായി അദ്ദേഹം പിന്നീട് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഹദീസ് ക്ലാസ്സുകളിലൊക്കെ 5000 ആളുകളെ പങ്കെടുക്കാറുള്ളതാണ് ഒരേ ക്ലാസ്സിൽ തന്നെ. അത്രയും വ്യത്യസ്ത ഭാഗത്ത് നിന്ന് ആളുകൾ വന്ന് ദീനു പഠിക്കുന്ന അവസ്ഥയിൽ ആളുകൾക്ക് ദീനിയായി ദിശാബോധം നൽകുന്ന ഒരു മഹാപണ്ഡിതനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന് 7 മക്കളുണ്ടായിരുന്നു. അതിൽ സ്വാലിഹ്, അബ്ദുള്ള എന്നിവരൊക്കെ വലിയ പണ്ഡിതന്മാരായി മാറി. അവരൊക്കെ വാപ്പയുടെ മസ്അലകൾ വരെ ക്രോഡീകരിക്കുകയും കർമ്മശാസ്ത്ര രംഗത്ത് അഗ്രഗണ്യരായി മാറുകയും ചെയ്തവരൊക്കെ ഉണ്ട്. എന്നിട്ട് ഒന്നാമത്തെ ഭാര്യയിൽ 2 മക്കളുണ്ടായി. പിന്നെ ഭാര്യ മരിച്ചു, മറ്റൊരു കഴിച്ചു. ഒന്നാമത്തെ ഭാര്യയിൽ ഒരു മകനുണ്ടായി, സ്വാലിഹ്. 30 കൊല്ലം ആ ഭാര്യയോടൊപ്പം, അബ്ബാസ എന്ന ഭാര്യയോടൊപ്പം 30 കൊല്ലം ജീവിച്ചു. ശേഷം അവര് ഭാര്യ മരണപ്പെട്ടു. നമ്മൾ പറയുന്നുണ്ട്, എന്റെ കൂടെ അവൾ 30 കൊല്ലം ജീവിച്ചു. ഈ 30 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ തമ്മിൽ ഒരു വാക്കിന് പോലും തർക്കമുണ്ടായിട്ടില്ല. മുഹമ്മദിന്റെ പ്രയോഗം, ഒരു വാക്കിൽ പോലും ഞങ്ങൾ തമ്മിൽ തർക്കമുണ്ടായിട്ടില്ല. അത്രയേറെ ഇമാം അഹ്മദിന് എല്ലാ സപ്പോർട്ടും നൽകി കൂടെ നിന്ന് സഹായിച്ച ഭാര്യയായിരുന്നു ഇതിന്റെ 1ാമത്തെ ഭാര്യ. 40ാമത്തെ വയസ്സിൽ ഇമാം അഹ്മദ് കല്യാണം കഴിച്ചത്. വിവാഹം കഴിക്കുന്നത് 40ാം വയസ്സിലാണ്. 30 കൊല്ലം അവരോടൊപ്പം ജീവിച്ചു. ഒരു കുട്ടി ഉണ്ടായി. അവര് മരിച്ചു. 2ാം വിവാഹം കഴിച്ചു. അതൊരു കുട്ടിയുണ്ടായി, അബ്ദുള്ള. 2 പേരും വലിയ ആലിമീങ്ങളാണ്. പിന്നെ ആ ഭാര്യയും മരിച്ചു. പിന്നെ വിവാഹം കഴിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം അടിമസ്ത്രീ ഉണ്ടായിരുന്നു. അടിമസ്ത്രീയിലാണ് മറ്റു മക്കളൊക്കെ ഉണ്ടാകുന്നത്. അക്കാലത്ത് തന്നത് അടിമ സമ്പ്രദായം അന്നുണ്ട്. ഏതായിരുന്നാലും തന്റെ 77ാമത്തെ വയസ്സിൽ അദ്ദേഹം രോഗിയായി മാറി. ആ രോഗത്തെ തുടർന്ന് അദ്ദേഹം വഫാത്താവുകയും ചെയ്തു. വലിയ വിജ്ഞാന ശേഖരങ്ങൾ ഉമ്മത്തിന് ബാക്കി വെച്ചിട്ടാണ് ഇമാം അഹ്മദ് വന്ന് വഫാത്തായി പോകുന്നത്. ഹദീസിൽ, കർമ്മശാസ്ത്രത്തിൽ, അതേപോലെ ഹദീസ് നിദാന ശാസ്ത്രത്തിൽ എല്ലാം വലിയ അഗ്രഗണ്യനായി മാറി. വിശ്വാസ മേഖല ഇന്നും ഈ കാലഘട്ടത്തിലും അഹ്ലുസുന്നയുടെ ഇമാം എന്ന് വിളിക്കാൻ മാത്രം വിശ്വാസ രംഗത്ത് മാതൃകാ യോഗ്യനായി 1200 കൊല്ലങ്ങൾക്ക് ഇപ്പുറത്തും നമ്മളൊക്കെ സ്വീകരിക്കുന്ന ഒരു മഹാമനുഷ്യനായി മാറാൻ പടച്ചറപ്പ് അദ്ദേഹത്തിന് അന്നത്തെ ആ കാലഘട്ടത്തിൽ ഭാഗ്യം നൽകി. ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതി. ധാരാളം ശിഷ്യന്മാരുണ്ടായി. അതെല്ലാം ഉമ്മത്തിന് ഉപകാരപ്പെടുന്ന അവസ്ഥയിലേക്ക് ഒരു കബൂലിയത്ത് അതെല്ലാം നൽകുകയും ചെയ്യും. ഇന്നും അൽഹംദുലില്ലാഹ് അഹ്ലുസുന്നയുടെ ഇമാം എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഉദ്ദേശം ഇമാം അഹ്മദാണ്. ആ ഇമാം അഹ്മദിന്റെ മാർഗം, അദ്ദേഹത്തിന്റെ അഖീദ, അദ്ദേഹത്തിന്റെ ഫിഖ്ഹും എല്ലാം ഇന്നും ലോകത്ത് ധാരാളമായി ചർച്ചയ്ക്ക് വിധേയമാണ്. അദ്ദേഹത്തിന്റെ മദ്ഹബാണ് ഹംബലി മദ്ഹബ് എന്ന പേരിൽ പിന്നീട് പ്രസിദ്ധമായി. അദ്ദേഹം മദ്ഹബ് ഉണ്ടാക്കിയിട്ടില്ല. എന്ന കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഗവേഷണം ചെയ്യാനുള്ള എല്ലാ യോഗ്യതയും ഒത്താളായിരുന്നു ഇമാം അഹ്മദ്. അവിടെ അദ്ദേഹം ഗവേഷണം ചെയ്തു, മസ്അല കണ്ടെത്തി.
ആ ഗവേഷണം ചെയ്യാൻ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയ അസുലുകൾ, അടിസ്ഥാനങ്ങൾ, അത് വെച്ചുകൊണ്ട് പിൽക്കാലത്ത് വന്ന ആളുകൾ കൂടുതൽ വഴിയിലേക്ക് ഇറങ്ങുകയും അഹമ്മദിന്റെ മസലകളെ ക്രോഡീകരിക്കുകയും അദ്ദേഹത്തെ അസുലുകൾ പഠന വിധേയമാക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അത് പിന്നീട് ഒരു മദ്ഹബ് എന്ന പേരിലേക്ക് അത് മാറുകയും ഹംബലി മദ്ഹബ് എന്ന അർത്ഥത്തിൽ മാറുകയും ചെയ്തു. സുന്നത്തോട് കൂടുതൽ യോജിക്കുന്നത് 4 മദ്ഹബുകളിൽ ഇമാം അഹ്മദിന്റെ മദ്ഹബാണ്. കാരണം കുറച്ചുകൂടെ വ്യാപകമായ ഹദീസ് പഠിക്കാൻ അവസരമുണ്ടായി, വ്യത്യസ്ത പ്രദേശങ്ങൾ സഞ്ചരിക്കാൻ സാഹചര്യമുണ്ടായി, ധാരാളം പണ്ഡിതന്മാരുമായി കണ്ടുമുട്ടാൻ സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാധീനം അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ സ്വാഭാവികമായും പ്രകടമാവുകയും ചെയ്തു. അതുകൊണ്ട് 4 മദ്ഹബുകളിൽ ഹദീസിനോട് സുന്നത്തിനോട് കൂടുതൽ യോജിക്കുന്ന മദ്ഹബ് മറ്റുള്ളവയേക്കാൾ ഏറെ ആപേക്ഷികമായി ഇമാം അഹ്മദിന്റെ മദ്ഹബാണ്. ഇന്ന് സൗദി അറേബ്യ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഹംബലി മദ്ഹബാണ് ഔദ്യോഗികമായി കർമ്മശാസ്ത്ര മേഖലകളിൽ അവർ സ്വീകരിച്ചു പോകുന്ന റൂട്ട് ആ റൂട്ടാണ്. മുഅാമലാത്തുകളിൽ അതേപോലെ മറ്റു മേഖലകളൊക്കെ അവിടെ കോടതികൾ ഒക്കെ തീരുമാനപ്പെടുന്ന ഫത്വകളിലൊക്കെ അടിസ്ഥാനമായി സ്വീകരിക്കുന്നത് ഹംബലി മദ്ഹബാണ്. എന്നാൽ ഹംബലി മദ്ഹബ് അന്ധമായി അനുകരിക്കുന്ന തഖ്ലീദ് ചെയ്യുന്ന ഒരു രീതി അവിടെയൊന്നും ഇല്ലതാണ്. ഏതായിരുന്നാലും ആ മഹാമനുഷ്യന്റെ വിജ്ഞാന ശേഖരം നമുക്ക് എത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മത് സംരക്ഷിച്ചു. നമുക്കതിനൊക്കെ പഠിക്കാനും ഉൾക്കൊള്ളാനുള്ള അവസരമുണ്ടായി. നമ്മൾക്ക് അവരെ പോലെ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അവരെ സ്നേഹിക്കുകയും അവരുടെ ജീവിത പാഠങ്ങളെ പഠിക്കുകയും അവരോടൊപ്പമുള്ള ബന്ധമെങ്കിലും ഖൈറായി മാറുകയും ചെയ്യുക. നല്ല മനുഷ്യന്മാരുടെ സ്നേഹബന്ധങ്ങൾ രക്ഷക്കുള്ള വഴിയായി മാറും. നബിതങ്ങൾ പറഞ്ഞത് അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാരെയാണോ സ്നേഹിക്കുന്നത് അയാളെ കൂടെയായിരിക്കുന്നത്. അപ്പൊ ഇവരുടെ സ്നേഹം നമുക്ക് പക്ഷേ രക്ഷക്കുള്ള മാർഗമായി മാറി. നമുക്കാർക്കും ഇമാം അഹ്മദ് ആകാൻ കഴിഞ്ഞില്ല. ഇമാം അഹ്മദിന്റെ 7 അഴുത്തേക്ക് വീഴ്ത്താനുള്ള സാഹചര്യം ഉണ്ടായില്ല. അവർക്ക് സഹിച്ച ത്യാഗങ്ങളെ പോലെ അതിനൊരു ചെറിയ അംശമെങ്കിലും ത്യാഗം സഹിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ ജീവിത ചരിത്രങ്ങളെ പഠിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ജീവിച്ചു കാണിച്ചു തന്ന ഒരു അഹ്ലുസുന്നയുടെ ആ വഴി, അഖീദ രംഗത്തുള്ള വിശ്വാസ രംഗത്തുള്ള അഹ്ലുസുന്നയുടെ നിലപാടിലുള്ള ആ മാർഗത്തെ പിൻപറ്റി ആ വഴിയിൽ തന്നെ ജീവിക്കാൻ പരിശ്രമിക്കുകയും ചെയ്താൽ ആ ഇഷ്ടം ഒരു പക്ഷേ നമുക്കൊരു മുതൽക്കൂട്ടായി പരലോകത്ത് അല്ലാഹു തആല സ്വീകരിച്ചേക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാരഥന്മാരായ അഹ്ലുസുന്നയുടെ ഇമാമിയങ്ങളെ സ്നേഹിക്കുകയും ആ വഴി പിന്തുടരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ശരിയായ അഹ്ലുസുന്നയുടെ വക്താക്കളിൽ റബ്ബ് നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീനാ ജമീഅ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.